നമ്മൾ തമ്മിൽ പരിചയപ്പെടുന്നത് എനിക്ക് തോന്നുന്നത് ദളിത് വോയിസ് മാഗസിനിലൂടെയാണെന്ന് തോന്നുന്നു. അക്കാലത്ത് ദളിത് വോയിസ് ഒക്കെ വായിക്കുമ്പോൾ 90കളിൽ ദളിത് വോയിസ് വായിക്കുമ്പോൾ അതിനകത്ത് ഒരു പ്രൊഫസർ TB വിജയകുമാർ എന്നുള്ള പേര് ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ സാറുമായിട്ട് ബന്ധപ്പെടുകയും സാറുമായിട്ടൊരു കത്തിടപാടുകൾ നടത്തിയ ഒരു ബന്ധം സ്ഥാപിക്കുന്നത്. മാത്രമല്ല, ഈ എഴുത്തച്ഛൻ എന്നൊരു സമുദായത്തെക്കുറിച്ച് തുഞ്ചത്ത് എഴുത്തച്ഛനെ കുറിച്ച് നമുക്കറിയാമെങ്കിൽ എഴുത്തച്ഛൻ എന്ന് പറഞ്ഞൊരു സമുദായത്തെക്കുറിച്ചും ആ സമുദായം ഒരു OBC സമുദായമാണ് എന്നൊക്കെ കൂടുതൽ മനസ്സിലാക്കുന്നത് വാസ്തവത്തിൽ സാറിനെ പരിചയപ്പെട്ടതിന് ശേഷമാണ് ആ കമ്മ്യൂണിറ്റിയെക്കുറിച്ചൊക്കെ അറിയുന്നത്. സാറിൻ്റെ ഒരു ജീവിത ചരിത്രം ഒന്ന് നമുക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. എങ്ങനെയാണ് സാറ് ഈ ഇങ്ങനെ ഒരു സമുദായ പ്രവർത്തനത്തിലേക്ക് വരുന്നത്? സാറ് ഞാൻ മനസ്സിലാക്കിയത്തോടത്തോളം സാറ് ഒരു കെമിസ്ട്രി അധ്യാപകനായിരുന്നു. കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ കോളേജിൽ നിന്നാണ് സാറ് റിട്ടയർ ചെയ്തത്. ആ സമയത്ത് പരിചയപ്പെട്ട സമയത്ത് സാർ അവിടുത്തെ അധ്യാപകനായിരുന്നു. ഞാൻ ഒരിക്കലും അവിടെ വെച്ച് സാറിനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഒരു കെമിസ്ട്രി അധ്യാപകൻ ഇന്നിപ്പോൾ കാണുന്ന രീതിയിലുള്ള ഒരു സാമൂഹിക രാഷ്ട്രീയ സാമുദായിക പ്രവർത്തനത്തിലേക്ക് വരുന്നതിൻ്റെ ഒരു പശ്ചാത്തലം, ഒരു സാറിൻ്റെ ഒരു വിദ്യാഭ്യാസം ചെറുപ്പം തുടങ്ങിയുള്ള കാര്യങ്ങൾ തുടങ്ങി ഒന്ന് പറഞ്ഞു തുടങ്ങിയാൽ എങ്ങനെയാണ് വന്നതെന്നുള്ള എനിക്കൊരു രൂപരേഖ കിട്ടും തോന്നുന്നു. അത് ശരിയാണ്. നമ്മൾ പരിചയപ്പെട്ടത് ദളിത് വോയിസിലൂടെയാണ്. പിന്നെ യഥാർത്ഥത്തിൽ ഞാൻ അങ്ങനെ ഒരു പൊതുപ്രവർത്തകനായിട്ടുള്ള ഒരു ജീൻ എൻ്റെ ഘടനയിലുണ്ടെന്നാണ് തോന്നുന്നത്. അച്ഛനും ഒരു വായനശാല പ്രവർത്തകനായിരുന്നു. വായനശാല പ്രവർത്തനം മാത്രമല്ല, വളരെ നിസ്വാർത്ഥനായ വായനശാല പ്രവർത്തകനായിരുന്നു. അപ്പോൾ അദ്ദേഹം ഈ നമ്മൾ പറയാലോ പഴയ കൊച്ചി രാജ്യപ്രജാമണ്ഡലത്തിൻ്റെ സ്ഥാപക സെക്രട്ടറി ആയിരുന്ന VR കൃഷ്ണഎഴുത്തച്ഛൻ്റെ ഒരു ശിഷ്യനായിരുന്നു. അത് മാത്രമല്ല, ശിഷ്യനൊന്നുമല്ല, സമകാലീനാണെങ്കിലും അദ്ദേഹം എന്തു പറയുന്നു അതനുസരിക്കുന്ന ഒരു ആളായിരുന്നു. അദ്ദേഹം പെരിഞ്ചേരിയിലുള്ള ചില സാംസ്കാരിക പ്രവർത്തനങ്ങൾ, പെരിഞ്ചേരി എന്ന് പറഞ്ഞാൽ ഈ ഔണിശ്ശേരി പഞ്ചായത്താണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഔണിശ്ശേരി പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ പെരിഞ്ചേരി പാലിശ്ശേരി എന്ന് പറഞ്ഞ 2 വില്ലേജുകൾ കൂടിയിട്ടുള്ളതാണ്. അതിൽ നിങ്ങളൊക്കെ അവിടെ വന്ന് കണ്ടിട്ടുണ്ടാവും പെരിഞ്ചേരി എഴുത്തച്ഛൻ സമാജം. അതെ, ഞാൻ കണ്ടിട്ടുണ്ട്. കണ്ടിട്ടുണ്ട്. ഈ പെരിഞ്ചേരി എഴുത്തച്ഛൻ സമാജം എന്ന് പറയുന്നത് അത് വളരെ ഒരു പാരമ്പര്യ, ശരിക്കും പറഞ്ഞാൽ 104 കൊല്ലത്തെ പാരമ്പര്യമുള്ള ഒരു സംഘടനയാണ്. അതെ, നമുക്കറിയാം RSS രൂപീകരിക്കുന്ന 1925-ലാണ്. അത് രൂപീകരിക്കുന്നതിന് 3 വർഷം മുമ്പ് തന്നെ പെരിഞ്ചേരിയിലുള്ള യുവാക്കളായ എഴുത്തച്ഛന്മാർ കൂടിയിട്ട് എഴുത്തച്ഛൻ യുവജന രക്ഷാസംഘം എന്ന പേരിൽ ഒരു സംഘടന രൂപീകരിച്ചു. യുവജന രക്ഷാസംഘം. ആ സംഘം രൂപീകരിച്ചിട്ട് അതിൻ്റെ പേര് തന്നെ RSSനോട് സ്വല്പ സാമ്യമാണ്. പക്ഷേ RSS രൂപീകരിക്കുന്നതിന് മുമ്പുണ്ടായതാണ്. അതിൻ്റെ ആവശ്യങ്ങൾ തന്നെയായിരുന്നു. അന്ന് കർഷകന്മാരായിരുന്നു എഴുത്തച്ഛന്മാർ, കർഷക തൊഴിലാളികളും. അപ്പോൾ ഈ വെറുംപാട്ട കൊടിയന്മാർക്ക് സ്ഥിരാവകാശം കിട്ടണം, അതുപോലെ പാട്ടം കുറയ്ക്കണം എന്നുള്ള സാമൂഹികമായ ആവശ്യങ്ങളും സാംസ്കാരിക രംഗത്തും അത് സജീവമായിട്ട് പ്രവർത്തിച്ചിരുന്നു. മാത്രമല്ല 1922 സ്ഥാപിച്ച എഴുത്തച്ഛൻ യുവജന രക്ഷാ സംഘത്തിൻ്റെ അത് ആ കൊല്ലം തന്നെ പെരിഞ്ചേരി എഴുത്തച്ഛൻ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് ഷെഡ്യൂൾഡ് ബാങ്ക് ആരംഭിച്ചു. ബാങ്ക് അതിൽ എൻ്റെ അച്ഛൻ്റെ ഒരു കാരണവരായിരുന്ന അച്ഛൻ്റെ അനിയൻ, എൻ്റെ മുത്തച്ഛൻ്റെ അനിയനായിരുന്നു അതിൻ്റെ ചെയർമാൻ. അത് 1922 അത് സ്ഥാപിക്കുകയും ഒരു 1-2 വർഷത്തിനുള്ളിൽ ഇന്ന് കാണുന്ന പെരിഞ്ചേരി എഴുത്തച്ഛൻ സമാജം എന്ന് പറയുന്ന പഴയ ബിൽഡിംഗ് അവരാണ് ഉണ്ടാക്കിയിട്ടത്. ആ ബാങ്ക് കഷ്ടിച്ച് 27 കൊല്ലത്തോളം പ്രവർത്തിച്ചു. 1949-ലാണ് അത് സെൽഫായിട്ട് ലിക്വിഡേറ്റ് ചെയ്തത്. മനസ്സിലായോ? അത് മാത്രമല്ല, അപ്പം അതിൻ്റെ പ്രവർത്തനം കൊണ്ട് പല വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. അത് തന്നെ ഉടനെ തന്നെ അവിടെ ചക്കാലക്കൽ അയ്യപ്പൻ എഴുത്തച്ഛൻ സ്മാരക വായനശാല ആരംഭിച്ചു. അവിടെ ഒരു കഷ്ടിച്ച് അതൊരു 16 കൊല്ലം അത് പ്രവർത്തിച്ചിട്ടുണ്ട്. അയ്യപ്പൻ എഴുത്തച്ഛൻ സ്മാരക വായനശാല എന്ന് പറഞ്ഞാൽ പുസ്തകമൊന്നുമില്ല, പത്രങ്ങൾ മാസികൾ വായിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കുക. ലൈബ്രറി അല്ല, വായനശാല തന്നെയായിരുന്നു അത്. കാരണം അന്ന് വായനശാല. അപ്പോൾ അത് പിന്നെ 1937 ഔണിശ്ശേരി ഗ്രാമീണ വായനശാല എന്ന് പറഞ്ഞിട്ട് ഒരു രജിസ്ട്രേഡ് വായനശാലയായി, ഗ്രന്ഥശാല സംഘമായിട്ട് അബലേറ്റ് ചെയ്തിട്ടുള്ളത്. ആ വായനശാലയാണ് യഥാർത്ഥത്തിൽ എൻ്റെ അച്ഛൻ സ്ഥാപിച്ചതാണ്. എൻ്റെ അച്ഛനാണ് അതിൻ്റെ ഒരു എന്താ പറയുക മെൻറ്റർ എന്ന് പറയാം. അച്ഛൻ്റെ ഒരു ഞങ്ങളെ ഒരു എന്താ പറയുക ഒരു സന്താനത്തെ പോലെ പരിപാലിച്ചു വന്ന സ്ഥാപനമാണ് ആ വായനശാല. അത് യഥാർത്ഥത്തിൽ അതാണ് അന്ന് ശരിക്കും പറഞ്ഞ ഒരു യൂണിവേഴ്സിറ്റി ആയിരുന്നു അത്, ഗ്രാമീണ സർവകലാശാല. അപ്പോൾ അത് നടന്നു. പിന്നെ അപ്പം 1937 തൊട്ടിട്ട് അടുത്ത കാലം വരെ ആ വായനശാല ആ കെട്ടിടത്തിലാണ് പ്രവർത്തിച്ചിരുന്നത്. അത് പിന്നെ സ്വന്തമായിട്ട് സ്ഥലം വാങ്ങുകയും
അത് മാറിയതിന് ശേഷമാണ് എഴുത്തച്ഛൻ സമാജത്തിന് ആ സ്ഥലം തിരികെ കിട്ടിയത്. അപ്പോൾ ആ വായനശാലയിൽ വെച്ചിട്ടാണ് ഞാൻ ശരിക്കും അവിടെ അച്ഛൻ പുസ്തകങ്ങൾ വാങ്ങിക്കാറുണ്ട്. പിന്നെ അമ്മ എൻ്റെ മാതൃഭൂമി ആഴ്ചപ്പതിപ്പൊക്കെ ഇങ്ങനെ വായിക്കും വീട്ടിൽ. അപ്പോൾ വായനയാണ്. അപ്പോൾ വായിക്കാതെ തന്നെ എനിക്ക് കഥകളൊക്കെ കേൾക്കാം. അമ്മ വായിക്കും. നിഴൽപ്പാടുകൾ ശ്രീരാധാകൃഷ്ണൻ്റെ നോവല് എൻ്റെ വീട്ടിൽ വായിച്ചതായിട്ട് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. പിന്നെ എൻ മോഹനൻ്റെ എൻ്റെ കഥ നിൻ്റെയും എന്ന് പറഞ്ഞിട്ടൊരു ചെറുകഥ ഉണ്ടായിരുന്നു. അതും എനിക്ക് കേട്ടതായിട്ട് ഓർമ്മയുണ്ട്. പിന്നെ ഒരു ചെറിയൊരു പ്രശ്നം പറഞ്ഞാൽ എൻ്റെ അച്ഛനും അമ്മയും അധ്യാപകരായിരുന്നു. അച്ഛൻ നമ്മൾ കാണുന്ന പെരിഞ്ചേരി അയലപ്പ സ്കൂളിൽ അധ്യാപകനും അവസാനം റിട്ടയർ ചെയ്തു, പെട്മാഷായിട്ട് റിട്ടയർ ചെയ്തു. അമ്മ ജോലി ചെയ്തിരുന്നത് ഇവിടെയായിരുന്നു, മണ്ണുത്തിയിലായിരുന്നു. മണ്ണുത്തി CMS ഹൈസ്കൂൾ ഒരു LP സ്കൂളുണ്ട്. മണ്ണുത്തി ഫാമിൻ്റെ അടുത്ത് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി അടുത്തൊരു സ്കൂളുണ്ട്, അവിടെയാണ് പഠിപ്പിച്ചിരുന്നത്. അപ്പം അമ്മയുടെ വാല് തൂങ്ങിയിട്ടാണ് ഞാൻ ഈ സ്കൂളിലേക്ക് പോകാറുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ കുറേ മടിയനായി ശരിക്കും പറഞ്ഞില്ല. അമ്മയ്ക്ക് ഈ ആദ്യ പുത്രനായതുകൊണ്ടാണെന്നുണ്ട് ഭയങ്കരമായിട്ടുള്ള ആളാന. അച്ഛനും അമ്മയും ലാളിച്ചു വഷളാക്കി എന്നൊക്കെ പറയില്ലേ, ശരിക്കും പറഞ്ഞാൽ അതാണ്ടായില്ലേ. ഞാൻ ഒരു മടിയനായത് അതുകൊണ്ടാണ്. അപ്പോൾ അമ്മയൊക്കെ എന്നോട് പറയാറുണ്ട്, ഞാനിങ്ങനെ മടി കാണിച്ചിട്ടേ ഈ 1, 2, 3, 4 എഴുതുന്ന അക്ഷരങ്ങളൊക്കെ ഇങ്ങനെ എന്തുണ്ടാവും എന്ന് വെച്ചാൽ കൈകൊണ്ട് എഴുതില്ല. അതിന് പകരമായിട്ട് ഈർക്കിലി വാങ്ങിച്ചിട്ട് 1, ഈർക്കിലി കൊണ്ട് 2, ഈർക്കിലി കൊണ്ട് അങ്ങനെ കൈകൊണ്ട് എഴുതാതെ എന്തോ പണി ചെയ്യാന്ന് വെച്ചാൽ ഒരു മടി വന്നത് ഈ അമ്മയുടെ ട്രെയിനിങ് ഉണ്ട് അതിൽ. അമ്മയാണെങ്കിൽ കഠിനമായി അധ്വാനിക്കുന്ന സ്ത്രീയാണ്, പെസന്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നതാണ്. അപ്പൊ അച്ഛനാണെങ്കിലും അച്ഛൻ അങ്ങനെ ഇടപെടാറില്ലല്ലോ. 4ാം ക്ലാസ് വരെ അച്ഛൻ ഇടയ്ക്ക് ഇങ്ങനെ വീട്ടിലേക്ക് വരാറുള്ളത്. 2 സ്കൂളിലല്ലേ, ഒരാൾ മണ്ണുത്തിയിലും ഒരാൾ പെരിഞ്ചേരിയിലും. അപ്പൊ ആഴ്ചയിൽ ഒരിക്കലേക്ക് അച്ഛൻ വരാറുള്ളൂ, 2 ആഴ്ച കൂടുമ്പോഴൊക്കെ. അപ്പൊ അമ്മയുടെ സ്വാധീനമാണ് 4ാം ക്ലാസ് വരെ. അപ്പൊ ഈ 4ാം ക്ലാസ് വരെ അതോടൊപ്പം തന്നെ അമ്മ അങ്ങനെ നമ്മുടെ വാല് തൂങ്ങി പോവുകയും കുറേ 2-3 മണി ഒരു കഷ്ടിച്ച് ഒരു 1.5 മൈലുണ്ട് നടന്നിട്ടാണ് പോവുക. വെള്ളാനിക്കിരുന്ന് മണ്ണുത്തി സെൻറ്ററിൽ കൂടെ വന്നിട്ട് വേണം സ്കൂളിൽ പോകാനായിട്ട്. അത് 4ാം ക്ലാസ് വരെ. പിന്നെ ഞങ്ങൾ അച്ഛൻ ഇവിടെ ഒരു ചെറിയൊരു വീടൊക്കെ വാങ്ങിച്ചു. ഞങ്ങളുടെ അച്ഛനും എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അച്ഛനും വളരെ ദരിദ്രൻ തന്നെയായിരുന്നു. അച്ഛനും ഒരു ജോലി ഉണ്ടായിരുന്നു, അല്ലാണ്ട് ഈ പ്രോപ്പർട്ടി ഒന്നും ഉണ്ടായിരുന്നില്ല. അമ്മയ്ക്ക് ജോലി ഉണ്ടായിരുന്നു. അമ്മയുടെ വീട്ടുകാർ നല്ലൊരു പെസൻസാണ്. അപ്പം അങ്ങനെ വന്നുകൊണ്ട് ഒരു മടി എന്നെ ധാരാളം ബാധിച്ചു. അതുകൊണ്ട് എൻ്റെ കയ്യക്ഷരം ഏറ്റവും മോശമായി. കയ്യക്ഷരം മോശമായത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയമാണ്. ഞാൻ ഇത്രയധികം ഗവേഷണം ഒരുപാട് ചെയ്തിട്ടുണ്ട്, സാമൂഹ്യശാസ്ത്ര രംഗത്തും ഗവേഷണം ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഒരു പുസ്തകമാക്കി വരാത്ത കാരണം എനിക്ക് കയ്യക്ഷരത്തിലുള്ള ഒരു പ്രശ്നമാണ്. കയ്യക്ഷരം എനിക്ക് തന്നെ വായിക്കാൻ പറ്റില്ല. ഞാൻ എഴുതിയ സാധനം എനിക്ക് വായിക്കാൻ പറ്റില്ല. എഴുതണ്ടല്ലേ, ഇപ്പൊ ടൈപ്പ് ചെയ്താൽ പോരെ? ടൈപ്പ് ചെയ്യണമെങ്കിൽ അത് ഇപ്പൊ ഈ വയസ്സാം കാലത്തൊക്കെ ടൈപ്പ് ചെയ്യാൻ പോയാലേ. അല്ല, ഇപ്പൊ മൊബൈലിലൊക്കെ വോയിസ് ഉണ്ട്. വോയിസ് ഇടുമ്പോൾ തന്നെ ബുദ്ധിമുട്ടുണ്ട്. വയസ്സായ കാലത്ത് നമ്മുടെ വോയിസിലും വ്യത്യാസം വരും. തെറ്റായിട്ട് ടൈപ്പ് ചെയ്യാം. പക്ഷെ മടി ആരെങ്കിലും അസിസ്റ്റന്റിനെ വെച്ച് ചെയ്യിപ്പിക്കണം. ആ ഒരു പൈതൃകമായിട്ട് ലഭിച്ച മടി ഉണ്ടല്ലോ, പൈതൃകമായിട്ടല്ല, സോറി പൈതൃകം എന്ന് പറയുമ്പോൾ അവരൊക്കെ വളരെ ഹാർഡ് വർക്കിംഗാണ്. അതിലൊരു വ്യത്യാസമുള്ളത്, അമ്മയ്ക്ക് മാത്സ് തറവാണ്, അച്ഛന് ലിറ്ററേച്ചർ, സാഹിത്യം. അപ്പോൾ അച്ഛന് കിട്ടിയത് ഈ ലിറ്ററേച്ചറും പിന്നെ സാമൂഹ്യ പ്രവർത്തനം അച്ഛനാണ്. അപ്പോൾ ഗ്രന്ഥശാല സംഘത്തിൽ പ്രവർത്തിക്കുന്നവരെ പറ്റിയുള്ള എനിക്ക് നിലവാരം എന്ന് വെച്ചാൽ അവർ വായിക്കാത്തവരെന്നാണ്. വായിക്കാത്തവരെ മാത്രം സെലക്ട് ചെയ്തിട്ടുണ്ടാക്കുന്ന പ്രസ്ഥാനമാണ് ഗ്രന്ഥശാല സംഘം. അതിപ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഞാനത് പറഞ്ഞത് അതുകൊണ്ടല്ല, എൻ്റെ ചില ട്രേറ്റുകളാണത്, പേഴ്സണാലിറ്റി ട്രേറ്റുകൾ. പിന്നെ എൻ്റെ മോശത്തരങ്ങൾ ഞാൻ തുറന്നു പറയുന്നതിൽ എനിക്ക് സന്തോഷമുള്ളൂ. കാരണം അങ്ങനെ നമ്മളത് ഓണപ്പ് ചെയ്യുമ്പോഴാണ് നമുക്കതൊന്ന് ചെറിയ വ്യത്യാസം. അതെ. പ്രൈമറി സ്കൂൾ വിദ്യാഭ്യാസ വാസ്തവത്തിൽ ഏതൊക്കെ സ്കൂളുകളിലായിരുന്നു? ഞാൻ അവിടെ 4ാം ക്ലാസ് വരെ അമ്മ പഠിപ്പിച്ച സ്കൂളിൽ തന്നെ. പിന്നെ പിന്നെ ഒരു 3 മാസം അമ്മ ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ 4ാമത്തെ സഹോദരി, അല്ല 3ാമത്തെ സഹോദരി. നിങ്ങളപ്പോൾ എത്ര പേരാണ്? 4 പേരുണ്ട് ഞങ്ങള്. ഞാൻ മൂത്ത ഒരു ബ്രദറും പിന്നെ 3 സഹോദരിമാരും. അതുകൊണ്ടാണ് എനിക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടായത്. ആകെ ഒരു ആൺതരിയല്ലേ ഉള്ളൂ. ആൺ മക്കൾക്ക് കൂടുതൽ കൊടുക്കുന്ന ഒരു ഏർപ്പാടുണ്ട്. അത് ശരിയല്ല എന്നുള്ളത് എനിക്കെന്നെ തോന്നിയിട്ടുണ്ടാകുന്ന. എനിക്കെന്നെ തോന്നിയിട്ടുണ്ട് ഇത് അങ്ങനെ ശരിയല്ലല്ലോ, അവരൊക്കെ തുല്യരല്ലേ. അപ്പൊ അമ്മയുടെ ഒരു പ്രസവത്തിന് വേണ്ടിയിട്ട് ഞാൻ അമ്മ സ്കൂളിൽ നിന്ന് മാറിയല്ലോ. അപ്പൊ അതിന്റെ അടുത്തുള്ള ഒരു എഴുത്തച്ഛന്മാര് നടത്തുന്ന വേറെ സ്കൂളുണ്ട്, മടക്കത്ര എന്ന് പറഞ്ഞത്. അവണിശ്ശേരി പഞ്ചായത്ത്, അല്ല മറ്റേ പാണഞ്ചേരി പഞ്ചായത്തിലാണ്. ഇപ്പൊ അത് മടക്കത്ര പഞ്ചായത്ത് തന്നെ. അവിടെ സ്കൂളിൽ ഒരു 3 മാസം. അത് കഴിഞ്ഞിട്ട് അവസാനത്തെ 4ാം ക്ലാസ്സിലെത്തിയപ്പോൾ ഇവിടെ ഞാൻ പെരിഞ്ചേരി LPയിൽ വന്നു. അപ്പൊ അവിടെ ആ സ്കൂളിൽ ഞാൻ 6 മാസം പഠിച്ചിട്ടുള്ളൂ. പിന്നെ പഠിച്ചിട്ടുള്ളത് ഒരു AUPS പെരിഞ്ചേരി എന്ന് പറഞ്ഞ സ്കൂളുണ്ട്, പെരിഞ്ചേരി തന്നെ. അത് എഴുത്തച്ഛൻ സമാജം സ്ഥാപിച്ച സ്കൂളാണ്.
ഈ രണ്ട് സ്കൂളിലും അപ്പോൾ 4ാം ക്ലാസ് വരെ അമ്മയുടെ ആണ് എൻ്റെ അധ്യാപിക. എല്ലാ ക്ലാസ്സിലായാലും അമ്മ തന്നെയാണ്. ഞാൻ പിന്നെ 4ാം ക്ലാസ്സിൽ ബോണഫൈഡ് ആയിട്ടൊക്കെ ചേർത്തിക്കണം. ചില ക്ലാസ്സിലൊക്കെ പോണ അങ്ങനെ മോണഫൈഡ് ആയിട്ട് മാഷന്മാരുടെ സ്കൂളുകളും പിന്നെ വലിയ പനക്കിലെ പിള്ളേരൊക്കെ അങ്ങനെ ചേരാറുണ്ട്. അപ്പം അങ്ങനെ അച്ഛൻ ട്യൂഷനൊക്കെ എടുത്തിട്ട് ചില മനക്കിലെ പിള്ളേരെ 7ാം ക്ലാസ്സിലൊക്കെ പോയി ചേർന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ബോണഫൈഡാണ്. ബോണഫൈഡായ കുട്ടികൾക്ക് അവർക്കൊന്നും വലിയ കുഴപ്പമില്ല, അവർ നന്നായിട്ട് കഴിഞ്ഞു. ഞാനാണ് മടിയായതുകൊണ്ടാണെന്നുണ്ട്, അത് അമ്മയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പം ഞാൻ എന്നിട്ട് അവിടെ 5 മുതൽ 7 വരെ AUPS പെരിഞ്ചേരി എന്ന് പറഞ്ഞ സ്കൂളാണ്. പിന്നെ ഈ 6 ഹൈസ്കൂൾ വിദ്യാഭ്യാസം ഹൈസ്കൂൾ ഇതാണ് പെരുമനം ഗ്രാമത്തിൽ. അവിടെയാണ് എൻ്റെ മാറ്റങ്ങൾ വരുന്നത്. പെരുമനം ഗ്രാമത്തിലുള്ള CNN ചിറ്റൂർ വനയ്ക്കൽ നമ്പൂരിപ്പാട് 6ാം തമ്പുരാൻ എന്നൊക്കെ പറയുന്ന ഒരാൾ സ്ഥാപിച്ച സ്കൂളാണത്. അത് ശരി. ചിറ്റൂർമന എന്ന് പറഞ്ഞാൽ ഒരു രാജാവിൻ്റെ പോലെ തന്നെ ഒരു സ്വരൂപമാണ് ശരിക്കും അത്. അപ്പം ഞാൻ 7ാം ക്ലാസ് വരെ പഠിച്ചിട്ടത് മുഴുവൻ എഴുത്തച്ഛൻ അന്തരീക്ഷത്തിലാണ്. അതെ, മനസ്സിലായോ? എൻ്റെ അവിടുത്തെ മാഷന്മാർ മുഴുവൻ എൻ്റെ ചെറിയച്ഛന്മാർ, അമ്മായിമാർ, പെണ്ണുങ്ങളാണെങ്കിൽ അമ്മായിമാർ, അങ്ങനെ എനിക്കറിയുന്ന ആൾക്കാരാണ്. ആ സമയത്ത് അവിടെ ഈ ചേർപ്പ് ചെന്നപ്പോൾ അത് തന്നെ ബ്രാഹ്മണ ഭാര്യര് ഈ ബ്രാഹ്മണര് നമ്പൂതിരിമാരുടെ ഒരു കശ. അവിടെ നിന്ന് ഞങ്ങൾക്കൊന്നും അംഗീകാരം കിട്ടുന്നില്ല ശരിക്കും പറഞ്ഞു. നല്ലോണം പഠിച്ചാൽ തന്നെ അവരൊക്കെ വല്ല നമ്പൂരി പിള്ളേരെയും ബ്രാഹ്മണ കുട്ടികളെയും അതുപോലെ നായന്മാര് പിള്ളേരെയൊക്കെയാണ് മൈൻഡ് ചെയ്യുള്ളൂ. ചെറുപ്പത്തിൽ ജാതി ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. 8ാം ക്ലാസ് ചെന്നപ്പോൾ ജാതി ഉണ്ടെന്ന് മനസ്സിലായി. ഇപ്പം എൻ്റെ അച്ഛനും അവിടെ നിന്ന് പോയി ആൾക്കാർ മുഴുവൻ ചേർപ്പിൽ പഠിച്ചിട്ടുണ്ട്. പക്ഷെ അവരൊന്നും അത് ടേക്കൺ ഫോർ ഗ്രാൻഡഡ്. എനിക്കതല്ല, ഇതിലൊരു സാധനം, ഇതിൽ എന്തോ ഒരു നമ്മളെ അവർ വിളിക്കുന്നില്ല മാഷന്മാർ, അല്ലെങ്കിൽ നമ്മളെയൊക്കെ വളരെ സ്നേഹത്തോടെ പെരുമാറില്ല. അവിടെ നമ്മൾ അറിയാനിയപ്പെടില്ല. അപ്പോൾ അത് പെരുമനം ഗ്രാമത്തിലുള്ള ഒരു സ്കൂളാണ്. പെരുമനം എന്ന് പറഞ്ഞാൽ ഏറ്റവും അധികം സമ്പത്തുള്ള ഒരു ബ്രാഹ്മണ ഗ്രാമമാണ്. കേരളത്തിലെ നമ്പൂതിരി ബ്രാഹ്മണ ഗ്രാമങ്ങളിൽ വെച്ചിട്ട്, നമ്പൂതിരി ഗ്രാമങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും അധികം സമ്പത്തുള്ളതാണ് പെരുമനം. അവിടുത്തെ ഒരു പ്രമാണിയായിട്ടുള്ള ഒരു നമ്പൂതിരിയാണ് ചിറ്റൂർമനക്കാർ. ചിറ്റൂർമനക്കാരിൽ ഏതൊരു ടച്ച് രേഖയിൽ ഞാൻ നാള് കണ്ടത് 40,000 നായർ പടയാളികൾ അയാളുടെ കീഴിലുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. അയാൾ കൊച്ചി രാജ്യത്തിനെതിരായിരുന്നു ചിറ്റൂർമനക്കാരെ. തമ്പുരാൻ എന്നൊക്കെ അവർ പറയും. ഞാനും ഒരിക്കലും അവരെ തമ്പുരാൻ എന്ന് പറയായിരുന്നു, തമ്പൂരി. പിന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെയാണ് ഞാൻ എൻ്റെ കോളേജിൽ ഞാൻ KKTയിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടെ ഒരു നാരായണൻ നമ്പൂതിരി എന്ന് പറഞ്ഞിട്ടൊരു മാഷുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അഗ്രേ എക്കണോമിക്സിൽ, ഞാൻ കെമിസ്ട്രിയിൽ. അപ്പോൾ അതാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ജാതി ഉണ്ടെന്ന് മനസ്സിലായത്. 8ാം ക്ലാസ്സിൽ തൊട്ട് തന്നെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് ജാതിയുണ്ട്. പക്ഷെ അത് ജാതി അതെങ്ങനെയാണ് ഫൈറ്റ് ചെയ്യാമെന്നൊന്നും ഒരു ധാരണയില്ല. പക്ഷെ അന്നൊക്കെ ഞാൻ ധരിച്ചു വെച്ചിരുന്നത് ഒരു 20-25 വയസ്സ് വരെയൊക്കെ ധരിച്ചിരുന്നത് ബ്രാഹ്മണന്മാരൊക്കെ വലിയ ആൾക്കാരും അവർ നമ്മളെക്കാൾ ബുദ്ധിയുള്ളവരും അവർ കഴിവുള്ളവരുമാണ്. എന്നാൽ തെറ്റായ ധാരണ എനിക്ക് 25 വയസ്സ് വരെ ഉണ്ടായിരുന്നു എന്നർത്ഥം. മനസ്സിലായോ? അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ, ഞാൻ ആദ്യകാലത്തൊക്കെ ഞാൻ ആൾക്കാരുടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോഴൊക്കെ ജാതി ചോദിക്കും. ഒരു തമിഴ് ബ്രാഹ്മണരെ കണ്ടു കഴിഞ്ഞാൽ, തമിഴ് ഭട്ടന്മാരെ കഴിഞ്ഞാൽ വളരെ സന്തോഷം. അവർക്ക് കഴിവുള്ള ആൾക്കാരാണല്ലോ. അപ്പം ഞാൻ അതിൻ്റെ തെളിവ് തന്നെ പറയാം. ഈ പാഴ്സീസ് ഓഫ് ഇന്ത്യ, പാഴ്സീസ് എന്ന് പറഞ്ഞ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്, ലാറ്റിൻ അവരൊക്കെ ഉള്ളത്. ആ പാഴ്സീസ് വലിയ കമ്മ്യൂണിറ്റിയാണല്ലോ. അപ്പോൾ അവരെക്കുറിച്ച്, ബ്രാഹ്മണരെ കുറിച്ച് പഠിക്കാൻ പുസ്തകങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ പാഴ്സീസ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഇംഗ്ലീഷ് പുസ്തകം ഞാൻ വാങ്ങിച്ചു. പാഴ്സികളിൽ എന്താണ് ഇവരുടെ ഒരു ഗുട്ടൻസ് എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പറയണത് അതല്ല, ഐഡൻറ്റിറ്റി എങ്ങനെയാണ് വലിയ ആൾക്കാർ ഫോം ചെയ്യുന്നതെന്ന് അറിയാനുള്ള ഒരു ത്വര എനിക്കുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അതുവരെ അങ്ങനെ ഈ അച്ഛനും കോൺഗ്രസ് നമ്മളങ്ങനെയാണല്ലോ, മാതാപിതാക്കൾ എന്നാണ് നമ്മൾ വാല്യൂസൊക്കെ എടുക്കുക. അതിനെ നമ്മൾ ഫിഗറേറ്റീവ് കൾച്ചർ എന്നാണ് പറയുക. പിന്നെ പുറത്ത് ആൾക്കാരായിട്ട് ഇടപെട്ട് കൾച്ചർ മാറി കഴിയുമ്പോൾ അതിനെ പോസ്റ്റ് ഫിഗറേറ്റീവ് കൾച്ചർ എന്ന് പറയും. അപ്പോൾ ഫിഗറേറ്റീവ് കൾച്ചറിൻ്റെ സ്വാധീനം കൊണ്ട് ഞാനൊരു കോൺഗ്രസ്സുകാരനായി. പക്ഷെ ഞാൻ കോളേജിൽ പഠിച്ച് ഏകദേശം BSc കഴിഞ്ഞപ്പോൾ ഈ കോൺഗ്രസ് ഒക്കെ ഒരു നമ്മൾ ശരിയായിട്ടുള്ള പാർട്ടി അല്ലാതെ എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇടതുപക്ഷമായി കഴിഞ്ഞപ്പോഴേക്കും. അച്ഛനൊരു മാറ്റമില്ല കേട്ടോ, ഇടതുപക്ഷമായി. അല്ല, അച്ഛനും എഴുത്തച്ഛൻ സമുദായത്തിൽ തന്നെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ മിക്കവരും തന്നെ കോൺഗ്രസ്സുകാരായിരുന്നില്ലേ? VR കൃഷ്ണൻ എഴുത്തച്ഛൻ പ്രധാനപ്പെട്ട കോൺഗ്രസ്സുകാരൊന്നുമില്ല. ആകെ VR കൃഷ്ണൻ എഴുത്തച്ഛൻ തന്നെ. അത് വക്കീൽ കുമാരൻ എഴുത്തച്ഛനാണ് എഴുത്തച്ഛൻ സമുദായത്തിനെ ഇങ്ങനെ ഈ എഴുത്തച്ഛൻ സമുദായത്തിനെ സംഘടിപ്പിക്കാനായിട്ട് തുടങ്ങിയത്. അദ്ദേഹം കൊച്ചി നിയമസഭയിൽ 5 തവണ MLC ആയിട്ടുണ്ട്. സഹോദരൻ അയ്യപ്പൻ്റെ കാലഘട്ടത്തിൽ 5 തവണ. ഒരു പ്രാവശ്യം തോറ്റിട്ടുള്ളൂ. അദ്ദേഹത്തിൻ്റെ മകളെയാണ്
ഇദ്ദേഹം VR കൃഷ്ണൻ എഴുത്തച്ഛൻ നല്ലത്. അങ്ങേര് നായന്മാർക്ക് എതിരായിരുന്നു. പനമ്പള്ളി ഗോവിന്ദമേന്റെ ശത്രുതയായിരുന്നു എനിക്ക്. പനമ്പള്ളി ഗോവിന്ദമേനെ വക്കീൽ പി കുമാരൻ എഴുത്തച്ഛൻ, വക്കീൽ പി കുമാരൻ എഴുത്തച്ഛൻ പനമ്പള്ളിയുടെ ശത്രുവായിരുന്നു. പനമ്പള്ളി മുഖ്യമന്ത്രിയാവുന്ന തടയാൻ വേണ്ടിയിട്ട് തിരുവല്ലാമലയിലുള്ള ഒരു ധനാഢ്യനായ ഒരു TK നായർ എന്ന് പറഞ്ഞ ഒരാളെ അയാൾ കൊച്ചി രാജ്യത്തെ പ്രധാനമന്ത്രിയാക്കി. യഥാർത്ഥത്തിൽ വക്കീൽ പി കുമാരൻ എഴുത്തച്ഛനാണ് അന്ന് പ്രധാനമന്ത്രി ആവേണ്ടത്. എഴുത്തച്ഛനായതുകൊണ്ട് ആയില്ല. അപ്പൊ അങ്ങേരെ എന്ത് വെച്ചാൽ പനമ്പള്ളി എന്നാലും തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് TK നായരെ ആക്കി. BK എന്ന് കേട്ടിട്ടില്ലേ? അത് വടക്കേ കൂട്ടാലയാണ്, ഇത് തെക്കേ കൂട്ടാല. TK നായർ പഴയ കൊച്ചി രാജ്യ പ്രധാനമന്ത്രി. നിങ്ങൾ കൊച്ചി രാജ്യത്തെ പ്രജയാണല്ലോ, അത് മനസ്സിലായിട്ടുണ്ടാവും. മനസ്സിലായി. അപ്പൊ TK അപ്പൊ അത്രയും ഒരു ആന്റി സവർണയായിരുന്നു ആള്. ആന്റി നായരായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അന്ന് നായന്മാരല്ലോ. അപ്പൊ അദ്ദേഹം വളരെ ധീരനുമായിരുന്നു, പേടിയില്ലാത്ത ഒരാളായിരുന്നു. അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങേര് ചെർപ്പളശ്ശേരിക്കാരനാണ്. ചെർപ്പളശ്ശേരിക്കാരൻ എന്ന് പറഞ്ഞാൽ ഈ പഴയ മലബാറിൽ അങ്ങയുടെ അച്ഛനാണെങ്കിൽ ഒരു പ്രൈമറി സ്കൂൾ ടീച്ചറായിരുന്നു. അങ്ങേര് വർക്ക് ചെയ്തിരുന്ന ഒറ്റപ്പാലത്തുള്ള BM LP സ്കൂളായിരുന്നു, ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ്റെ. അവിടെ വർക്ക് ചെയ്തിട്ട് അദ്ദേഹം 16 കിലോമീറ്റർ നടന്നിട്ടാണ് വീട്ടിൽ പോയിട്ട് ആ സ്കൂളിൽ ക്ലാസ് എടുത്തിരുന്നത്. എൻ്റെ ഒരു സംശയം, അങ്ങേരുടെ ഈ വക്കീൽ പി കുമാരനെഴുത്തിന് ഇംഗ്ലീഷ് ഭാഷ ഭയങ്കര തറവാണ്, ഫിയർലെസ് ആണ് ആൾ. അപ്പം അതിൻ്റെ ഒരു കാരണം എനിക്ക് തോന്നുന്നത് അവിടുത്തെ BM LP സ്കൂളിൽ ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ സ്കൂളും അതിൻ്റെ ഒരു അന്തരീക്ഷവും അച്ഛനെ സ്വാധീനിച്ചു. അതിലൂടെ മകനെയും സ്വാധീനിച്ച് കാണണമെന്നാണ് എനിക്കൊരു സാമൂഹ്യശാസ്ത്ര വിദ്യാർത്ഥി എന്നുള്ള അതിൽ എവിഡൻസ് ഒന്നുമില്ല കേട്ടോ. അദ്ദേഹം ഇംഗ്ലീഷ് ഭാഷയിൽ വളരെ വൈദഗ്ധ്യമുണ്ട്, ഫിയർലെസ് ആയിരുന്നു. അപ്പം അദ്ദേഹം എന്നിട്ട് അപ്പം ഈ സാമ്പത്തികമായിട്ടൊന്നുമില്ല ആൾക്ക്. അപ്പം സാമ്പത്തികമായിട്ട് ഉണ്ടാവാൻ വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു വെച്ചാൽ വക്കീലാവണമെന്നായിരുന്നു ആഗ്രഹം. അങ്ങനെ ഇൻ്റർമീഡിയറ്റ് പാസ്സായതിന് ശേഷം ഉടനെ തന്നെ പ്ലീഡർഷിപ്പ് പരീക്ഷ എന്ന് കേട്ടില്ലേ? പ്ലീഡർഷിപ്പ് പരീക്ഷ LLB ഡിഗ്രി അല്ല, അങ്ങനെ ഒരു പരീക്ഷ ഉണ്ടായിരുന്നു. പ്ലീഡറായിട്ട് വർക്ക് ചെയ്യുക. അവരെ പ്ലീഡർ എന്ന് പറയാം, അഡ്വക്കേറ്റ് എന്ന് പറയാൻ പാടില്ല. അപ്പോൾ ഈ തകഴിയൊക്കെ ഉണ്ടായിരുന്നില്ലേ, പ്ലീഡർഷിപ്പാണ്. എൻ്റെ വക്കീൽ ജീവിതം എന്ന് പറഞ്ഞിട്ട് തകഴിയുടെ ഒരു പുസ്തകം തന്നെയുണ്ട്. ആ പുസ്തകത്തിൽ അപ്പം ഇങ്ങനെ പ്ലീഡർഷിപ്പ് പരീക്ഷ പാസ്സായിട്ട് പാലക്കാട് ഒറ്റപ്പാലം കോടതി ഡിസ്ട്രിക്ട് കോടതിയാണ്, അവിടെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അദ്ദേഹം അതിൻ്റെ തൊട്ടടുത്തുള്ള തലപ്പള്ളി താലൂക്കിൽ വടക്കാഞ്ചേരി വന്ന് താമസാക്കി. അങ്ങനെ അവിടുത്തെ കോടതിയിലാണ് അങ്ങനെ പ്രാക്ടീസ് ചെയ്തിരുന്നത്. ഫിയർലെസ് ആണെന്ന് പറയാനൊരു കാരണം, ഈ ജഡ്ജിമാരായിട്ട് വരുന്ന ആൾക്കാരൊക്കെ ഈ രാജാക്കന്മാരുടെ വല്ല ചർച്ചക്കാരൊക്കെ ആയിരിക്കും. മക്കളെന്നൊക്കെ പറഞ്ഞിട്ടാണ് വരിക. മക്കൾ രാജാക്കന്മാർക്ക് 100 കണക്കിന് മക്കളുണ്ടാവില്ല, എല്ലാ നായർ വീടുകളുടെ സംബന്ധമല്ലേ. അപ്പം അങ്ങനെ ഒരു നിൽക്കുന്ന ആൾക്കാരുടെ ജഡ്ജിമാരായിട്ട് വരിക. അപ്പോൾ അവർ വലിയ തണ്ട് കാണിക്കുക, അഹങ്കാരം കാണിക്കും. ഒരാളെ എപ്പോൾ നോക്കിയാലും ഇങ്ങനെ സീറത്ത് വലിച്ചോട്ടിരിക്കും. അപ്പോൾ അങ്ങനെ കളിയാക്കാൻ വേണ്ടിയിട്ട് ഒരു ദിവസം വലിയ ചുരുട്ടും കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കയ്യുമ്പോൾ കാലും വെച്ചിട്ട് ഇങ്ങേരും വലിച്ചു കൊടുക്കി. അപ്പൊ അയാൾക്കത് മനസ്സിലായി എൻ്റെ കാര്യം. ഇങ്ങാരോട് ആരും പറയുന്നില്ല, പറഞ്ഞാൽ നല്ല ഫയറിങ് കിട്ടും എന്നറിയാം. അപ്പൊ അങ്ങേര് ഒരു ഫിയർലെസ് ആയിരുന്നു, അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. പക്ഷേ അങ്ങേരുടെ മരുമകനൊന്നും ഫിയർലെസ് അല്ല, നായർ വിധേയത്വം പുലർത്തുന്ന ഒരാളെ. പക്ഷെ അവരോടൊക്കെ അങ്ങേരുടെ ആത്മകഥയിലെ സഹോദരയ്യപ്പനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്, അംബേദ്കറെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അങ്ങനെ അദ്ദേഹം തനി ദേശീയവാദിയായിരുന്നു. അദ്ദേഹം സ്ഥാപിച്ചാണ് കൊച്ചി രാജ്യ പ്രജാമണ്ഡലം. ഈ കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ കോൺഗ്രസ് 3 ഘടകമായിട്ടാണല്ലോ. മലബാറിലുണ്ട്, മലബാർ കോൺഗ്രസ് ഉണ്ട്, തിരുവാങ്കൂർ കോൺഗ്രസ് ഉണ്ട്, കൊച്ചിൻ കോൺഗ്രസ് ഉണ്ട്. അതിൽ കോൺഗ്രസിന് ജനകീയ അടിത്തറ കൊച്ചിയിൽ മാത്രമേ ഉള്ളൂ. അതേ തിരുവാങ്കൂറിൽ എന്തുണ്ടായെന്ന് വെച്ചാൽ കേരള കോൺഗ്രസ് ആയപ്പോൾ മുഴുവൻ പോയി. പിന്നെ തിരുവാങ്കൂറിൽ തന്നെ കോൺഗ്രസ് ഉണ്ടാവാൻ കാരണം സ്റ്റേറ്റ് കോൺഗ്രസ് മാത്രമാണ്, അല്ലേ? നിവർത്തന പ്രക്ഷോഭത്തിലൂടെയാണ് അവിടെ കോൺഗ്രസ് വന്നത്. പക്ഷെ നസ്രാണികൾ മുഴുവൻ കേരള കോൺഗ്രസ് ആയപ്പോൾ വട്ടപൂജയായി അവിടെ, അല്ലേ? പൂഞ്ഞാറിലെ TA തോമൻ എന്ന് പറഞ്ഞ മന്ത്രിക്ക് കെട്ടിവെച്ച കാശം പോലും നഷ്ടപ്പെട്ടിട്ടുണ്ട് 1965 ഇലക്ഷനിൽ. അപ്പൊ അതേ സമയത്ത് പിന്നെ മലബാറിലാണെങ്കിൽ കോൺഗ്രസിന്റെ ലീഡർഷിപ്പ് ഈ കാളംതാറായിരുന്നു. ഈ ജമ്മി ഉണ്ടല്ലോ, ജമ്മിയും പാട്ടക്കാരനും തമ്മിൽ ഒരു ഇടക്കുടിയാനുണ്ട്, അതാണ് കാണംതാർ എന്നാ പറയാ. അപ്പൊ കാണക്കാരുടെ കോൺഗ്രസ് ആയിരുന്നു, കോൺഗ്രസ് ആയിരുന്നു. ബ്രീഫ്ലെസ് അഡ്വക്കേറ്റ്സ് എന്നാ പറയാ അവര്. ബ്രീഫിംഗ് ഇല്ലാത്ത, ജോലി ഇല്ലാത്ത വക്കീലന്മാരാണ് അതിന്റെ നയിച്ചിരുന്നത്. ചാലപ്പുറം ഗ്യാങ് എന്നാണ് അവർക്ക് വേറെ പേര്. ആ ചാലപ്പുറം ഗ്യാങ് വന്നതോടുകൂടിയിട്ട് എല്ലാ പെസൻസും, പാട്ടക്കുടിയന്മാരാണല്ലോ മെജോറിറ്റി, അവരൊക്കെ കോൺഗ്രസ് വിട്ടു. മനസ്സിലായി? അത് മാത്രമല്ല 1921 മുസ്ലിം മലബാർ കലാപത്തോട് കൂടിയിട്ട് മുസ്ലിംസ് തകരതായിട്ടും അന്ന് വിട്ടു. പിന്നെ കോൺഗ്രസ്സിൽ മുസ്ലിംസ് ഇല്ല, പാട്ടക്കുണിയന്മാരില്ല, ആരും ഇല്ലാത്തൊരു പാർട്ടിയായി. പട്ടപൂജയായി കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ. അവിടെ ലീഗിൻ്റെ സപ്പോർട്ടുണ്ട്, ഈവൻ നൗ കോൺഗ്രസ് ജയിക്കുന്നത്. പക്ഷെ അതേ സമയത്ത് കൊച്ചിയിലെ കോൺഗ്രസ് ഇപ്പോഴും ശക്തമാണ്, കഴിഞ്ഞ പ്രാവശ്യം ഒഴിച്ച്. അതൊക്കെ ഒരു തകർത്താണ്.
ഇപ്പൊ 1967 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് 9 സീറ്റാണ് കിട്ടിയത്. ആ 9 സീറ്റില് 3 സീറ്റും തൃശ്ശൂരിനാണ്, 2 സീറ്റ് നിങ്ങളുടെ എറണാകുളത്തുനിന്നാണ്. മനസ്സിലായോ? എറണാകുളത്തെ അലക്സാണ്ടർ പറമ്പിത്തറയും പിന്നെ വടക്കമ്പറൂരിൽ നിന്ന് ആരോ KT ജോർജോ എന്ന് പറഞ്ഞ ഒരാളാണ് ജയിച്ചത്. അപ്പൊ കോൺഗ്രസ് പറഞ്ഞാൽ കൊച്ചിയിലുള്ളൂ, 9 5 ഇവിടെയാണ്. പിന്നെ 2 സീറ്റ് കിട്ടിയത് ഗമാലിയലിനും കുഞ്ഞികൃഷ്ണ നാടാർക്കാണ്. അപ്പൊ ആരോ എവിടെയോ കോൺഗ്രസ്. അപ്പൊ കോൺഗ്രസിന് അങ്ങനെ ഒരു അടിത്തറ ഉണ്ടാക്കിയ ആളാണ് കോൺഗ്രസ്. പിന്നെ അങ്ങനെ കോൺഗ്രസ് മരിച്ചപ്പോൾ അദ്ദേഹത്തിന് ഒരു മണ്ഡലം പ്രസിഡന്റ് പോലെയാണ് അവർ സ്വീകരിച്ചത്. മണ്ഡലം പ്രസിഡന്റ് മരിച്ച പോലെയാണ് കോൺഗ്രസ്സുകാർ കണക്കാക്കിയത്. ഒരു 5-6 ദിവസം കഴിഞ്ഞ് കരുണാകര വഴിക്ക് പോകുമ്പോൾ കയറിയെന്ന് മാത്രം. അല്ല, അപ്പൊ ഞാൻ പറയുന്നത് പിന്നെ അപ്പൊ ഞാൻ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ മണ്ഡൽ കമ്മീഷൻ വന്നതോട് കൂടിയിട്ടാണ് ഞാൻ കോൺഗ്രസ് വിട്ടത്. അതുവരെ ഞാൻ കോൺഗ്രസിന്റെ A ഗ്രൂപ്പിന്റെ വലിയ തിയറട്ടീഷ്യനും സൈദ്ധാന്തികനും പടയാളിയൊക്കെ ആയിരുന്നു. എപ്പോഴും എനിക്കൊരു ആന്റി സവർണ സെന്റിമെന്റിന്റെ തലയ്ക്കകത്തുണ്ട്. അത് ഈ A ഗ്രൂപ്പ് ആവാൻ തന്നെ കാരണം കരുണാകരനോടുള്ള എതിർപ്പാണ്. പറയുമ്പോൾ തൃശ്ശൂർ ഈ കരുണാകരൻ കോൺഗ്രസ്സുകാരെ എഴുത്തച്ഛന്മാരെ മുഴുവൻ പോക്കറ്റിലാക്കിയിട്ടുണ്ട്. അയാൾ എഴുത്തച്ഛന്മാരുടെ സെൻട്രലിനാണ് ആദ്യകാലത്ത് മാടക്കത്ര എന്ന് കേട്ടിട്ടില്ലേ? വെള്ളാനിക്കര റബ്ബർ എസ്റ്റേറ്റ്. എൻ്റെ അമ്മാവൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ കൂടെയാണ് ഇയാൾ എന്നും തൃശ്ശൂർക്കൊക്കെ പോകാറുള്ളത്. മനസ്സിലായോ? അപ്പോൾ എഴുത്തച്ഛന്മാരെ പോക്കറ്റിലാക്കാം എന്നുള്ളൊരു ധാരണ ഉണ്ടായിരുന്നു. അത് ശരിയാണേനും 99.9 എഴുത്തച്ഛന്മാർ. അല്ല, ഈ എഴുത്തച്ഛൻ സമുദായത്തെ കുറിച്ച് പൊതുവിലെ ഞാനൊക്കെ ആദ്യമൊക്കെ മനസ്സിലാക്കിയ ഒരു കാര്യം, ഇപ്പൊ തുഞ്ചത്ത് എഴുത്തച്ഛനെ കുറിച്ചൊക്കെ കേട്ട് ഒരു ഓർമ്മ വെച്ച് മനസ്സിലാക്കുന്നത് ഇതൊരു സവർണ സമുദായമാണെന്നുള്ള ഒരു ധാരണ ഒരു ധാരണ പൊതുവിൽ ആളുകളുടെ ഇടയിലുണ്ട്. പിന്നീട് ഇപ്പൊ സാറുമായിട്ടൊക്കെ ബന്ധപ്പെട്ടപ്പോഴാണ് കൂടുതൽ ഇതൊരു പിന്നാക്ക സമുദായമാണ്, അതിന്റെ ഒരു അനുഭവം സാർ പറഞ്ഞല്ലോ. ഇപ്പൊ ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ കാലഘട്ടത്തിൽ അനുഭവിച്ചൊരു കാര്യം പറഞ്ഞല്ലോ. അപ്പൊ ആ രീതിയിൽ തന്നെ ഒരു സവർണ വിഭാഗങ്ങളിൽ നിന്നുള്ള ജാതി വിവേചനം നേരിട്ട ഒരു കമ്മ്യൂണിറ്റി ആണെന്നുള്ള കാര്യമൊക്കെ പൊതുവിൽ മറ്റ് സമൂഹങ്ങളുടെ ഇടയിൽ വലിയ ധാരണയില്ലെന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ അതില്ലല്ലോ, അത് തൃശ്ശൂരുള്ളവർക്ക് അറിയാം, പാലക്കാടുള്ളവർക്ക് അറിയാം, ഞങ്ങളുള്ളവർക്ക് അറിയാം. എത്രയുള്ളവർ ഈ ഒരു 2 ജില്ലകൾക്ക് അപ്പുറത്തേക്ക് ഈ സമുദായം കാര്യമായിട്ട് പാലക്കാടും മലപ്പുറത്തുണ്ട്, തൃശ്ശൂരും ഉണ്ട്. മലപ്പുറമുണ്ട്, കോഴിക്കോടുണ്ട്, കോഴിക്കോടുണ്ട്. അത് എങ്ങനെയാ വെച്ചാൽ എഴുത്തച്ഛൻ എന്ന് പറഞ്ഞാൽ ഒരു റീസെന്റ് ആയിട്ട് ഫോം ചെയ്ത കമ്മ്യൂണിറ്റിയാണ്. അതായത് 1428 ജനുവരി 5-ാം തീയതിയാണ് ഈ കമ്മ്യൂണിറ്റി കേരളത്തിലേക്ക് കുടിയേറിയത്. അത്ര കൃത്യമായ അതിന്റെ ഡേറ്റ് പോലും ഉണ്ട്, കലിദിന സംഖ്യ ഉണ്ട്. കടുകത്യക്തസ്തയാൽ എന്ന് പറയുന്ന കലിദിന സംഖ്യ അനുസരിച്ചാണ് ഞങ്ങൾ ഇവിടെ ഈ കേരള തീരത്തേക്ക് വന്നത്, മലബാർ തീരത്തേക്കാണ് വന്നത്. അത് പഴയ മറ്റേ വിജയനഗര സാമ്രാജ്യമല്ലേ, വിജയനഗര സാമ്രാജ്യത്തിലുണ്ടായിരുന്ന പാണ്ഡ്യനാട്, ചോളനാട്, പിന്നെ ബാക്കിയുള്ള ഇപ്പോഴത്തെ കർണാടകത്തിലുള്ള വിജയനഗര സാമ്രാജ്യം, ഇവിടുന്ന് വന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് അത്. എന്നിട്ടിത് ഇവിടെ പാണ്ഡ്യനാട് ഭരിച്ചിരുന്നത് പാണ്ഡ്യനായ്ക്കർ എന്ന് പറയും, പാണ്ഡ്യനായ്ക്കർ എന്ന് പറയില്ലേ. ചോള രാജ്യം ഭരിച്ചിരുന്നത് ചോളനായ്ക്കർ. അവിടെ അതുകൊണ്ട് റിലീജിയസ് ആയിട്ട് ഒരു പെർസിക്യൂഷനാണെന്ന് പറഞ്ഞത്. അതിൽ കുറച്ച് പ്രമാണികരായിട്ടുള്ള ആൾക്കാരെ ഒരു ഫാമിലി പല്ലവ രാജവംശം അപ്പോഴേക്ക് ഡൗൺ ആയിട്ടുണ്ടായിരുന്നു. പല്ലവ രാജവംശത്തിലെ ചില ആൾക്കാർ നന്ദിവർമ്മൻ എന്നുള്ള പേരുള്ള ചില ആൾക്കാർ, നന്ദിവന്ദൻ കടുപ്പട്ടൻ എന്ന് പറഞ്ഞിട്ട് പേരുള്ള ഒരു എന്താണ് സാമന്ത കുടുംബം ഈ ബുദ്ധമതം സ്വീകരിച്ചു. ആ റിവോൾട്ടിനാണ് കാരണം. അപ്പോൾ അതിൻ്റെ പേരിൽ ഇവരെ പുറത്താക്കി. അങ്ങനെ പുറത്താക്കിയിട്ടുള്ള ആൾക്കാർ ഈ വയനാട് മറ്റേതുണ്ടല്ലോ പാലക്കാട് ചുരത്തിൽ കൂടെ വന്നിട്ട് തിരുനാവായ്ക്ക് അടുത്ത് പട്ടണക്കാവ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടെയാണ് കുടിയേറിയത്. അതാണ് ആ പേര് കടുപ്പട്ടൻ എന്നുള്ള പേര്. അപ്പൊ കടുപ്പട്ടൻ എന്നുള്ള പേര് വരാൻ കാരണം പട്ടണക്കാവിൽ താമസിക്കുന്നതുകൊണ്ടാണ്. മാത്രമല്ല ഈ നന്ദിവർണ്ണൻ കടുപ്പട്ടൻ എന്ന് പറയുന്ന പല്ലവ സാമന്ത കുടുംബത്തിൽ പെട്ടതായിക്കൊണ്ട് അതിന്റെ റെക്കോർഡുണ്ട്. മറ്റേ ഈ സൗത്ത് ഇന്ത്യൻ ഇൻസ്ക്രിപ്ഷൻസിൽ ഞാൻ നന്ദിവർമ്മൻ കടുപ്പട്ടൻ എന്നൊക്കെ പറയുന്നുള്ള റെക്കോർഡൊക്കെ പരിശോധിച്ചിട്ടുണ്ട്. അപ്പം അത് അങ്ങനെയാണെന്ന് ബർട്ടൻസ്റ്റൈൻ എന്ന് പറഞ്ഞിട്ടൊരു അമേരിക്കൻ ഹിസ്റ്റോറിയൻ ഉണ്ട്. പ്രസന്റ് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ എന്നോ സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട്, ബർട്ടൻസ്റ്റൈൻ. അത് പിന്നെ ആ പുസ്തകത്തിലും പിന്നെ അതിനെ അധികരിച്ച എഴുത്തച്ഛന്മാരെ കുറിച്ച് പഠിച്ചിട്ടുള്ള ഒരു പുസ്തകമാണ് K ബാലകൃഷ്ണക്കുറുപ്പ്, വിശ്വാസത്തിന്റെ കാണാപ്പുറങ്ങൾ. അത് പുസ്തകം എൻ്റെ കയ്യിലുണ്ട്. ആ പുസ്തകം എഴുതിയിട്ടുള്ള ആളും അദ്ദേഹം എന്നെ എഴുത്ത് സമുദായ പ്രവർത്തനത്തിൽ പ്രേരിപ്പിച്ച ഒരാളാണ്. അപ്പൊ അന്ന് ഈ 8 വീട്ടുകാരാണ് അവിടെ കുടിയേറിയത്. തെക്കേപ്പാട്ടുകാർ, വടക്കേപ്പാട്ടുകാർ, കിഴക്കേപ്പാട്ടുകാർ, മേലേപ്പാട്ടുകാർ എന്ന് പറഞ്ഞിട്ട് 8 വീട്ടുകാർ. അവരാണ് ആദ്യമായിട്ട് കൂടി. എന്നിട്ട് അവർക്ക് അവരൊരുപാട് വിഷമിച്ചിട്ടുണ്ട്. വിഷമിച്ച് ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് അവസാനം ഈ
സാമൂതിരി കോവിലകത്തെ ഈ എന്താണ് കോട്ടക്കൽ കോവിലകത്തെ ഒരു തമ്പുരാട്ടി എന്ന് പറഞ്ഞാലേ അമ്പാടി കോവിലകം എന്ന് പറയും. ഈ സാമൂതിരി ആവുന്നത് ഈ ഇവരുടെ വേറെ താവഴികളുണ്ടല്ലോ, ആ താവഴികളിൽ അവിടുത്തെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള വയസ്സ് കൂടിയിട്ടുള്ള ചെവി കേൾക്കാത്ത പൂതിരി അങ്ങനെയുള്ള വളരെ വയസ്സന്മാരായ ആൾക്കാരാണ് സാമൂതിരി ആവുന്നത്. അപ്പോൾ വയസ്സന്മാരാകുമ്പോൾ ഇവർക്ക് ചെവി കേൾക്കാൻ പറ്റില്ല, കണ്ണ് കാണാൻ പറ്റില്ല. അപ്പോൾ ചെവി കേൾക്കാത്ത സാമൂതിരി, കണ്ണ് കാണാത്ത സാമൂതിരി എന്നൊക്കെ ഇവരുടെ പേരുകൾ, വിളിപ്പേരുകൾ. അവരാണ് സാമൂതിരി ആവുക, എൽഡസ്റ്റ് മെയിൽ മെമ്പർ ഓഫ് താവഴീസ്. അതേ സമയത്ത് അതിലത്തെ എൽഡസ്റ്റ് ഫീമെയിൽ മെമ്പറിന്റെ ടൈറ്റിലാണ് അമ്പാടി കോവിലകം. അമ്പാടി കോവിലകം എന്ന് പറയാം. എല്ലാ താവഴിയിലും പെട്ട കോവിലങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും വയസ്സായ ഒരു സ്ത്രീക്ക് പറയുന്ന പേരാണ് അമ്പാടി കോവിലകം. ഈ അമ്പാടി കോവിലകത്തിനാണ് ഞങ്ങളുടെ ആൾക്കാർക്ക് അന്നൊരു തൊഴിൽ, ഒരു സ്ഥലം പട്ടുകളക്കാവിൽ 8 വീട്ടുകാർക്ക് സെറ്റിൽ ചെയ്യാനുള്ള സ്ഥലം കൊടുത്തു. അപ്പോൾ തൊഴിൽ വേണ്ടേ? അപ്പോൾ തൊഴിൽ കൊടുക്കാൻ അന്ന് ഈ നായന്മാർക്ക് അക്ഷരം ഉണ്ടായിരുന്നില്ല, നിരക്ഷരായിരുന്നു. നായന്മാർക്ക് അക്ഷരം കിട്ടിയത് ഫ്രഞ്ച് കാലഘട്ടത്തിൽ അല്ല, മറ്റേ ഡച്ച് കാലഘട്ടത്തിന്റെ അവസാനമാണ്. അതുവരെ ഒരു കളരികളാണ്, ആയുധാഭ്യാസികളാണ്. അവര് നമ്മളൊക്കെ 8 വയസ്സിലായ മറ്റേ സ്കൂളിലേക്കല്ലേ പോവുക, മറ്റേ എഴുത്തുപുരയിലേക്കല്ലേ പോവുക. ഇവര് പോകുന്ന ആയുധക്കളരിയിലേക്കാണ് പോവുക. അപ്പോൾ അവർക്ക് നിരക്ഷരാണ്. സാമൂതിരി നായരാണ് ശരിക്കും പറഞ്ഞത്. സാമന്തൻ അയാൾ ക്ഷത്രിയനൊന്നല്ല. അപ്പോൾ സാമൂതിരിക്ക് താഴെ കുറച്ച് ആൾക്കാർക്ക് പഠിപ്പിക്കണം തോന്നിയിട്ടുണ്ട്. ഇവർ പണ്ഡിതന്മാരാണല്ലോ, അവിടെ പണ്ഡിത ശ്രേഷ്ഠന്മാരാണ്. അന്ന് പറയാം, അതാണ് അന്ന് അന്ന് വരെ ഒരു കടുപ്പട്ടൻ എന്ന് പറഞ്ഞത്. പട്ടർ എന്ന് പറഞ്ഞ പേര് തന്നെ ഒരു പണ്ഡിതനായ വിദേശി എന്നർത്ഥമുള്ളൂ. പട്ടൻ എന്ന് പറഞ്ഞത് ഭട്ടാചാര്യ കേട്ടോ. ഒരു പണ്ഡിതനായ വിദേശി എന്ന് അർത്ഥമുള്ളൂ പട്ടൻ. അപ്പൊ കടുപ്പട്ടൻ വന്നു. കടുപ്പട്ടൻ എന്നിട്ട് അവർക്ക് കൊടുത്ത തൊഴിൽ നിരക്ഷരായ ശൂദ്രന്മാർക്ക് അക്ഷരം പഠിപ്പിക്കുകയാണ്. അപ്പൊ അവർക്ക് സ്ഥാനപ്പേരും കൊടുത്തു, എഴുത്തച്ഛൻ. അപ്പൊ അത് പിന്നെ ഒരു ജാതിയായിട്ട് പരിഗണിച്ചു. പക്ഷേ ഈ തുഞ്ചത്ത് എഴുത്തച്ഛൻ നായരാണെന്ന് പറയാനുള്ള കാരണം നമ്മൾ എന്നിട്ട് എന്തുണ്ടായെന്ന് വെച്ചാൽ എഴുത്തച്ഛന് കുറച്ച് ഹയർ സ്റ്റാൻഡേർഡ്സ് കിട്ടിയില്ലേ. എന്നുവെച്ചാല് നായന്മാരെ പഠിപ്പിക്കില്ലല്ലേ. അപ്പൊ ഈ നായന്മാരൊക്കെ പ്രമാണിമാര് ഈ സാമൂതിരിയുടെ നായരാണ്. സാമൂതിരിയുടെ മന്ത്രിമാരൊക്കെ നായന്മാരാണ്. അതില് മങ്ങാട്ടച്ഛൻ എന്ന് പറഞ്ഞാലും മന്ത്രിപ്പണി ചെയ്യുന്ന ആളാണ് മങ്ങാട്ടച്ഛൻ എന്ന് പറയാം. മങ്ങാട്ടച്ഛനായി ഇത് നായര് മന്ത്രിപ്പണി ചെയ്താലും മങ്ങാട്ടച്ഛനായി. ഈ മങ്ങാട്ടച്ഛനൊന്നും പിടിച്ചില്ല അത്. അപ്പോൾ ഇവരുടെ സ്റ്റാറ്റസ് മാറ്റുന്നതിന് വേണ്ടിയിട്ട്, താഴ്ത്തുന്നതിന് വേണ്ടിയിട്ട് അയാൾ ഒരു ഗൂഢാലോചനയിൽ ഏർപ്പെട്ടു എന്നാണ് പറയുന്നത്. അതാണ് നമ്മുടെ ഈ ഫോക്ലോറിലൊക്കെ ഉള്ളത്. അയാൾ എന്നിട്ട് എന്ത് വെച്ചാൽ ഇവരുടെ ഈ വീടിൻ്റെ അടുക്കള ഭാഗത്ത് ഇവർ മദ്യം കഴിക്കുന്നവരാണ്, മാംസം കഴിക്കുന്നവർ കാണിക്കുന്നതിന് വേണ്ടിയുള്ള മാംസക്കുപ്പികളും മദ്യക്കുപ്പികളൊക്കെ ഈ വീടിൻ്റെ പിൻഭാഗത്ത് കൊണ്ടിട്ടു. പിന്നെ മാംസത്തിൻ്റെ ഭാഗങ്ങൾ ഇങ്ങനെ മാംസം കഴിക്കണവരുണ്ടല്ലോ. എന്നിട്ട് ഒരു ദിവസം സാമൂതിരി ആ വഴിക്ക് പോകുമ്പോൾ കാണിച്ചു കൊടുത്തത്രേ, ഇവർ നല്ല ആൾക്കാരൊന്നുമല്ല, മദ്യം കഴിക്കുന്നവരാണ്, മാംസബുക്കുകളാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് അവരെ നമ്മൾ താഴ്ത്തി, ഞങ്ങളെ മനസ്സിലായ അങ്ങനെ ജാതിയിൽ താഴ്ത്തി. നേരത്തെ 1000 മുകളിലുള്ള ഒരു അമ്പലവാസിക്ക് സമാനമായ സാമൂഹ്യ പദവി ഉണ്ടായിരുന്ന എഴുത്തച്ഛന്മാരെ 5-10 കൊല്ലത്തിന് ശേഷം 1428 ശേഷം ഒരു അവർണനാക്കി. എന്ന് പറഞ്ഞാൽ സാമൂഹ്യ പദവി താഴ്ത്തി. സാമൂഹ്യ പദവി താഴ്ത്തി കഴിഞ്ഞാൽ നായർക്ക് താഴെയായ പിന്നെ എന്നിട്ട് അത് ഏകദേശം നമുക്ക് ആ സ്റ്റാറ്റസ് പറയണേ വളക്കത്തില നായര്, വെളുത്തുകാർച്ച നായര്, മുടി വെളുപ്പിക്കുന്ന നായര്, ശസ്ത്രം വെളുപ്പിക്കുന്ന നായര്, അങ്ങനെയുള്ള കലണ്ടാക്കുന്ന നായര്, അന്തൂരി നായര്, ആ ഒരു തരത്തിലുള്ള നായരാക്കി ഒരു 2ാം തരം നായന്മാരാക്കി മാറ്റി. അല്ല, 2ാം തരം നായന്മാരാക്കി അതിനോട് തദൃശമായ സാക്ഷ്യ സ്റ്റാറ്റസ് നൽകിയെന്നുള്ളൂ. ആ പേര് വേറെയാണ്, എഴുത്തച്ഛൻ തന്നെയാണ്. അപ്പൊ അന്ന് കിട്ടിയ പേരാണ് വിത്ത് ലോ സ്റ്റാറ്റസ്, വിത്ത് സോഷ്യൽ സ്റ്റാറ്റസ്. അപ്പോൾ എന്തുണ്ടായെന്ന് വെച്ചാൽ അപ്പോൾ എഴുത്തച്ഛന്മാർ അങ്ങനെ ലോവായി ശരിക്കും പറഞ്ഞു, അവർണരായി. സവർണ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് നടത്തേണ്ടത് 1428 നടന്ന കാര്യങ്ങൾ 1428 കഴിഞ്ഞ് 10 കൊല്ലം കൂടി 15 കൊല്ലം എക്സാക്ട് ഡേറ്റ് എന്ന് പറഞ്ഞിടാം. പക്ഷെ വന്ന ഡേറ്റ് വളരെ കൃത്യമായിട്ടുണ്ട്. അത് സാമൂതിരി ഗ്രന്ഥവരിയിലുണ്ട്. അത് ശരി. ആ സാമൂതിരി ഗ്രന്ഥവരി കണ്ട ആൾക്കാരുണ്ട്. ഇപ്പൊ സാമറിൻസ് ഓഫ് കാലിക്കറ്റ് എന്ന് പറഞ്ഞിട്ട് പ്രൊഫസർ KV കൃഷ്ണയ്യരുണ്ട്. സാമറിൻ ഹിസ്റ്ററിയിൽ ഏറ്റവും ഓതന്റിക് ആയിട്ട് ഒരാള് അതിലെ ഇത് കണ്ടിട്ട ആളാണ് KV കൃഷ്ണയ്യർ. KV കൃഷ്ണയ്യരുടെ സാമറിൻസ് ഓഫ് കാലിക്കറ്റിലുണ്ട്. ഞാൻ അയച്ചു തരാം അതിന്റെ കോപ്പി. അപ്പൊ ഇതിൽ കടുക് ത്യക്തസ്തേയാൽ എന്നുണ്ട്. മനസ്സിലായി? അതാണ് കലിദിനം. അതാണ് എന്താ അർത്ഥം?
അത് കലിതല സംഖ്യ എന്ന് പറഞ്ഞാലേ ഈ കടപയാതി നിയമം എന്ന് പറയും. നമ്മൾ പണ്ടുകാലത്ത് ജ്യോത്സ്യന്മാർ കാലഗണനയ്ക്ക് ഉപയോഗിച്ചതാണ് കലിദിനം എന്ന് പറയുന്നത്. അത് കടപയാതി ദിനം എന്ന് പറഞ്ഞാൽ ഇത് അക്ഷരങ്ങൾ ദീർഘം അതുപോലെ ഖരാക്ഷരം ഒക്കെ നോക്കിയിട്ട് അതുണ്ട്. ഇത് ഈ പുസ്തകത്തിൽ ഉണ്ട്, അത് കാണിച്ചു തരാം. നിങ്ങൾ കടപയാതി ദിനം അതിപ്പോ നമുക്ക് എല്ലാ ജ്യോത്സ്യന്മാർക്കും അറിയാം. അപ്പൊ നിങ്ങൾക്ക് ജാതകം ഉണ്ടെങ്കിൽ ആ ജാതകത്തിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അങ്ങനെ കലിദിനത്തിൽ എഴുതിയിട്ടുണ്ടാവും. പണ്ട് കാലത്ത് കലിദിനത്തിൽ എഴുതിയാലല്ലേ, റെക്കോർഡൊന്നുമില്ലല്ലോ. അപ്പൊ കലിദിനം ഉണ്ടാക്കാൻ പറ്റും. കലിദിന സംഖ്യ ഉണ്ടാവും. എന്റെ ജാതകത്തിൽ എന്റെ കലിദിന സംഖ്യ ഉണ്ട്. നിങ്ങളുടെ ജാതകത്തിൽ നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അതും ഉണ്ടാവും. എന്റെ മുത്തച്ഛൻ ജ്യോത്സ്യനായിരുന്നു. ജ്യോത്സ്യനായിരുന്നു. ജ്യോത്സ്യം എന്ന് പറഞ്ഞാൽ പത്നിയാണ് അന്നത്തെ കാലത്ത്. ആകെ ഈ അന്നത്തെ ജ്യോത്സ്യന്മാരല്ലേ, ഇന്നത്തെ ജ്യോത്സ്യന്മാര് ബഹുക്കേമന്മാരല്ലേ, മനസ്സിലായോ? അതിസമ്പന്നന്മാരാണ്. അപ്പൊ പാച്ചല്ലൂർ അശോകനൊക്കെ നമുക്കറിയാലോ. അപ്പൊ ഈ മുത്തച്ഛൻ ജ്യോത്സ്യനായിരുന്നു, ഭയങ്കരമായിട്ടുള്ള ഈ അറിയപ്പെടുന്ന ജ്യോത്സ്യനായിരുന്നു. നമ്പൂതിരി ഗൃഹങ്ങളിലൊക്കെ പോയിട്ട് ജ്യോത്സ്യമൊക്കെ നടത്തിയിട്ട് ഏതോ നമ്പൂതിരിക്ക് പെൺമക്കൾ മാത്രമായിട്ടുണ്ടായിട്ട് ഇനി അടുത്തത് ഏഷ്യൻ പറഞ്ഞു അത് ആൺകുട്ടിയാവെന്ന് പറഞ്ഞാൽ അത് ആൺകുട്ടിയായി എന്നൊക്കെ പറഞ്ഞേ. പക്ഷെ അന്നൊരു ഊണ് കൊടുത്തിട്ടുണ്ടാവും, അതിൽ വേറെ ഒന്നും കൊടുത്തിട്ടുണ്ടാവില്ല. അപ്പം അങ്ങനെ ഒരു അച്ഛൻ്റെ ഓലകൾ, മുത്തച്ഛൻ്റെ ഓലകളൊക്കെ ഞാൻ കുറച്ച് എൻ്റെ ചെറിയച്ഛൻ്റെ വീട്ടിൽ ഒരുപാട് ഓലകളൊക്കെ ഒരു വലിയൊരു ഡെസ്കിൽ നിറയണ്ടായിരുന്നു. പിന്നെ പഞ്ചാംഗങ്ങൾ അതൊക്കെ പോയി. എന്നിട്ട് അവസാനം വന്നപ്പോൾ ഈ എടക്കാട്ട് തമ്പൂരിയുടെ എന്താ പ്രശ്നമാർഗം എന്ന് പറഞ്ഞിട്ടൊരു പഴയൊരു ഗ്രന്ഥമുണ്ട്, മലയാള ഗ്രന്ഥം. പിന്നെയുള്ള ഓലകൾ എനിക്ക് കിട്ടിയത് ഇതായിരുന്നു കിട്ടിയത്, മറ്റേത് സംസ്കൃതം പഠിപ്പിക്കുന്നതിനുണ്ട് ഓലകൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഈ മുത്തച്ഛൻ സംസ്കൃതം പഠിപ്പിച്ചിരുന്നു, ജ്യോതിഷവും പഠിപ്പിച്ചിരുന്നു ആൾക്കാർ. അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരൊക്കെ ഇപ്പോഴും അടുത്ത കാലത്ത് വരെ ഞങ്ങളുടെ നാട്ടിലുണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഞാൻ മാത്രമാണ് അത് കുറച്ച് അവസാനം രണ്ടെണ്ണം ഞാൻ എൻ്റെ വീട്ടിൽ അലമാരിയിൽ ഭദ്രമാക്കിയിട്ട് ഈ രണ്ടും പ്രശ്നമാർഗവും അതുപോലെ ഈ പഠിപ്പിക്കുന്ന ഓലകൾ എൻ്റെ കയ്യിലുണ്ട്. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞു വന്നത് അപ്പം അതിൻ്റെ അങ്ങനെ വേണമെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ്റെ ഒരു പാരമ്പര്യം ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഞങ്ങളുടെ എഴുത്തച്ഛന്മാരുടെ പ്രധാന ഈ പട്നികൃഷ്ണൻ അധ്യാപകരായിരുന്നു, പ്രൈമറി സ്കൂൾ ടീച്ചർമാരായിരുന്നു. അച്ഛനും അധ്യാപകനായിരുന്നു, അച്ഛനും അമ്മയും അധ്യാപകരാണ്. പിന്നെ അതുപോലെ ഒരുപാട് അധ്യാപകന്മാരുണ്ടായിരുന്നു. ഏതൊരു വീട്ടിൽ നാൾ വായിച്ചു 24 അധ്യാപകരുണ്ടെന്ന് മലപ്പുറം ജില്ലയിലെ. അവിടെ കുട്ടികൾക്ക് ക്ഷാമല്ലോ. അങ്ങോട്ട് അവിടെ മുസ്ലിം സ്കൂളുകളിൽ ഇവർക്കൊക്കെ നല്ല സുഖമാണ്. പക്ഷെ അവരൊക്കെ വലിയ വേറെ പ്രശ്നമുണ്ട്, ഇസ്ലാം ഫോബിയ വരും അവർക്കൊക്കെ. അവരുടെ കുട്ടികളെ പഠിപ്പിക്കണ വെച്ചാൽ ഇസ്ലാം ഫോബിയും പഠിപ്പിക്കും. അത് ചിന്താശൂന്യതയുണ്ട്. പിന്നെ അത് ഈ സവർണരുടെ ധാരണ എഴുത്തച്ഛന്മാരെ ക്യാൻ ബി ടാക്കിൾഡ് വെരി ഈസിലി എന്നാണ്. അതിപ്പോ തെറമ്പ് രാമകൃഷ്ണനുണ്ട്. തെറമ്പ് രാമകൃഷ്ണൻ എഴുത്തച്ഛന്മാർ വലിയ ആളായിട്ട് അഭിനയിക്കുന്ന ആളാണ്. അപ്പൊ അവരുടെ ധാരണ എഴുത്തച്ഛൻ ക്യാൻ ബി ടാക്കിൾഡ് വെരി ഈസിലി. അതല്ലാന്ന് ഞാനും സുരേഷും കൂടി അയാളെ പഠിപ്പിക്കും. പിന്നെ അയാൾ പറഞ്ഞു തുടങ്ങി എഴുത്തച്ഛന്മാര് അയാൾ അല്ലെങ്കിൽ എഴുത്തച്ഛന്മാരൊക്കെ നമ്മൾ പറഞ്ഞ മാതിരി ആൾക്കാരൊക്കെ എന്ന് വിചാരിച്ചിരിക്കുന്നു. ഒരു തരത്തിൽ ഞങ്ങൾ കാണിച്ചു കൊടുത്തത്. അപ്പൊ അയാൾ ഒരു കഷ്ടിച്ചൊരു 1000 വോട്ടിനാണ്ട് ജയിച്ചുള്ളൂ. അപ്പൊ അയാൾ പറഞ്ഞു എഴുത്തച്ഛന്മാരെ നമ്മൾ വിചാരിക്കണ എല്ലാ തരത്തിലുള്ള ആൾക്കാരുണ്ടെന്നില്ലേ, അതിൽ പ്രൊഫഷണൽസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞത് ഞങ്ങളുടെ മീറ്റിങ്ങിൽ വന്നിട്ട് പറഞ്ഞത്. പക്ഷെ അതിൽ പറഞ്ഞത് അതിൽ ഇവരെയൊക്കെ തകർക്കാൻ പറ്റുന്ന ആൾക്കാർ അതിലുണ്ടെന്ന് അങ്ങേർക്ക് മനസ്സിലായി. അത് സാറിന്റെ കോളേജ് വിദ്യാഭ്യാസം, ജോലി, വിവാഹം തുടങ്ങിയതിനെ കുറിച്ചൊന്ന് പറയാമോ? അതൊക്കെ പറയാം. എന്നിട്ട് ഞാൻ 1970 കൊച്ചിൻ്റെ ഇവിടെ പോയി. ഞാൻ പഠിച്ചത് ഞാൻ പറഞ്ഞല്ലോ 8ാം ക്ലാസ് അവിടെ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ പഠിച്ചിട്ടുള്ളത് സെന്റ് തോമസ് കോളേജിലാണ്, ഇന്റർമീഡിയറ്റ് പ്രീ യൂണിവേഴ്സിറ്റി BSc കെമിസ്ട്രി, MSc കെമിസ്ട്രി. കോളേജ് വിദ്യാഭ്യാസം കംപ്ലീറ്റ് സെന്റ് തോമസ് കോളേജ്. സെന്റ് തോമസ് കോളേജിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു 1/2 ഏക്കറിൽ 3000 പിള്ളേർ, ഒരു കോളേജിന്റെ ഒരു അന്തരീക്ഷമില്ല. ട്യൂട്ടർ കോളേജ് അന്തരീക്ഷമാണ്. എനിക്കതിൽ കാരണം ആ കോളേജിനോട് വലിയ താല്പര്യമൊന്നുമില്ല. അല്ല, അവിടുത്തെ അന്തരീക്ഷം, മാഷന്മാരൊക്കെ നല്ല ആൾക്കാരാണ്. എന്നിട്ട് അത് പാസ്സായി ഉടനെ തന്നെ ഞാൻ കെമിസ്ട്രി ആയിരുന്നു. അപ്പൊ ഈ കെമിസ്ട്രി എടുക്കാൻ കാരണമുണ്ട്. എൻ്റെ അയൽപക്കത്ത് ഉണ്ടായിരുന്നു കുറേ ആൾക്കാർ. അയൽപക്കത്ത് ഒരു VK കുഞ്ഞിറ്റേഴ്സിസ് എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ടായിരുന്നു. VR ഫാമിലി, അല്ല ഞങ്ങളുടെ ഫാമിലി പെട്ട ഒരാളാണ്. അങ്ങനെ നല്ലൊരു വിദ്യാഭ്യാസം. അന്നൊക്കെ BA സ്വന്തമായിട്ട് പാസ്സായ ആളാണ്. അദ്ദേഹത്തിനെ കണ്ടുകൊണ്ടാണ് VR കൃഷ്ണൻ എഴുത്തച്ഛൻ BA കാരനായത്. അങ്ങേരുടെ വീടാണ്. അങ്ങേരുടെ മക്കളെ എല്ലാവരും പ്രൊഫഷണൽസ് ആയിരുന്നു, ഡോക്ടർമാരൊക്കെ തന്നെയാണ്. അവരാണ് നമ്മുടെ ഈ ഫിഗറേറ്റീവ് കൾച്ചർ കൂടാതെ പോസ്റ്റ് ഫിഗറേറ്റീവ് കൾച്ചറുള്ള ആൾക്കാരൊക്കെ അവിടുന്നാണ് പഠിച്ചത്. അവിടുന്ന് ഒരു എഞ്ചിനീയർ ആവണമെന്ന് എനിക്കിത് ആഗ്രഹമായിരുന്നു. അത് നടന്നില്ല. അത് എഞ്ചിനീയർ ആവാനെന്ന ആഗ്രഹത്തിൽ വേറെ പിന്നെ ചില വ്യക്തിപരമായ ചില ലക്ഷ്യങ്ങളുണ്ടായിരുന്നു, മനസ്സിലായോ? അതൊന്നും നടന്നില്ല.
എന്നിട്ട് അത് കിട്ടാതെ ആയപ്പോൾ അവിടെ തന്നെ ഒരാൾ പറഞ്ഞു പിന്നെ BSc പോകാൻ പറ്റിയത് കെമിസ്ട്രി ആണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഫിസിക്സിനോടായിരുന്നു താല്പര്യം. ഫിസിക്സിലും കെമിസ്ട്രിയിലും മാത്സിലും എനിക്ക് മാർക്ക് ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും കുറവ് മാർക്ക് കെമിസ്ട്രിക്കായിരുന്നു. കെമിസ്ട്രിക്ക് എന്താ പ്രത്യേകത വെച്ചാലേ അതിലൂടെ പഠിക്കേണ്ട കാര്യമുണ്ട്. മനസ്സിലായോ? മറ്റേതിന് അത്ര അധ്വാനമൊന്നുമില്ല. പിന്നെ എനിക്ക് തിയറട്ടിക്കലായ കാര്യങ്ങളോടുള്ള അതുകൊണ്ട് ഫിസിക്സ് നല്ല മാർക്ക് ഏറ്റവും കൂടുതലുണ്ടായിരുന്നു. പിന്നെ മാത്സ് അന്ന് 50 മാർക്കിന് 50 എല്ലാവർക്കും കിട്ടും, എനിക്കും കിട്ടി. അപ്പം ഞാൻ എന്നിട്ട് കെമിസ്ട്രിക്ക് ജോയിൻ ചെയ്തു. എന്നിട്ട് സബ് മാത്തമാറ്റിക്സ് എടുത്തു. അപ്പം എനിക്ക് എഞ്ചിനീയറിംഗ് വിട്ടു. എഞ്ചിനീയറിംഗിലേക്ക് അഡ്മിഷൻ കിട്ടാൻ ഒരു വിഷമം ഉണ്ടായിരുന്നില്ല. പിന്നെ MBBS എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ എഞ്ചിനീയർ ആവണം, അതിലൊക്കെ വലിയ എഞ്ചിനീയർമാരുടെ പോലെ എനിക്ക് ആവണം എന്നായിരുന്നു ആഗ്രഹം. അത് നടന്നില്ല. അത് പോട്ടെ. എന്നിട്ട് കെമിസ്ട്രി വയ്യ. അപ്പോൾ കെമിസ്ട്രി തന്നെ ഇതെന്താണ്, ഇത് വേറെ ഇഹഗതിയും പരഗതിയും ഇല്ലാതെ എടുത്ത സബ്ജക്റ്റാണ് കെമിസ്ട്രി. പക്ഷെ അതേ സമയത്ത് തന്നെ പിന്നെ അവസാനം ഇത് കെമിസ്ട്രിയിൽ ഇപ്പോൾ എന്തെങ്കിലും ജോലിയൊക്കെ വേണ്ടേ, അപ്പോൾ വിചാരിച്ചിട്ട് ഞാൻ കെമിസ്ട്രി ഞങ്ങളുടെ അവസാന വർഷത്തിലാണ് പഠിച്ചത്. മനസ്സിലായോ? ഈ മാത്സ് സബ് ഉണ്ടായിരുന്നു. ഈ മാത്സ് സബ് അത് റെഗുലറായിട്ട് പഠിച്ചിട്ടില്ല. ഞാൻ പുസ്തകം തന്നെ ഒരു നോട്ട് ബുക്ക് കൊണ്ടുപോയിട്ട് അതിലൊരു തലയ്ക്കുന്ന കെമിസ്ട്രി എഴുതും, ഒരു തലയ്ക്കുന്ന ഫിസിക്സ് എഴുതും. അങ്ങനെ അത് കണ്ടിട്ട് എൻ്റെ അവിടെ പ്രൊഫസർമാരുടെ ചീത്ത പറഞ്ഞിട്ടുണ്ട്. തന്നെ ചീത്തയൊക്കെ പറഞ്ഞിട്ടുണ്ട് ചില ആൾക്കാർ. അപ്പോൾ ഈ മാത്സിനപ്പോൾ ഇത്തിരി ഞാൻ ട്യൂഷൻ എടുത്തു. ഒരു MK മെനോ എന്ന് പറഞ്ഞിട്ട് ഒരു അങ്ങനെ നല്ലതായിട്ട് ട്യൂഷൻ എടുക്കുന്നതാണ്. അങ്ങനെ നമുക്ക് ട്യൂഷൻ എടുത്തിട്ട് ഈ മാത്സിൻ്റെ പ്രോബ്ലം അവസാനിച്ചു. മാത്സ് കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കണ്ടേ, 3 കൊല്ലം കംപ്ലീറ്റ് പഠിക്കണ്ടേ. എനിക്ക് 1ാമത്തെ കൊല്ലം പഠിപ്പിച്ചറിയില്ല, 2ാമത്തെ കൊല്ലം അറിഞ്ഞില്ല. പക്ഷെ അദ്ദേഹം അത് ഒരു നല്ല ട്യൂഷൻ എടുത്തിട്ട് 3 സബ്ജക്റ്റ് നന്നായി പഠിപ്പിച്ച് അത് നന്നായി മാത്സിലും കിട്ടി നല്ല മാർക്ക്. കെമിസ്ട്രിയിൽ കുറവാണ്. കെമിസ്ട്രിയിൽ അങ്ങേർക്ക് പോരാ, അങ്ങേരെ ടെക്നിക്ക്. ഫിസിക്സ് അദ്ദേഹത്തിൻ്റെ സബ്ജക്റ്റാണ്, MK മെനോ എന്ന് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ എന്നിട്ട് കെമിസ്ട്രിയിൽ നിന്ന് MSc തോമസ് മൂത്തേട്ടൻ്റെ ആയിരുന്നു പ്രിൻസിപ്പൾ. അദ്ദേഹം ചെന്ന് പറഞ്ഞു എനിക്കപ്പോൾ ഒരു MScക്ക് സീറ്റ് കിട്ടി. അപ്പോൾ ഉടനെ ജോലി കിട്ടാനായിട്ടുള്ള ശ്രമമായി. അപ്പോൾ എനിക്ക് ഞാൻ മൂത്തക്കുന്നത്താണ് ജോലിക്ക് വേണ്ടി പരിശ്രമിച്ചത്. എനിക്ക് അവിടെ വരാനായിരുന്നു ആഗ്രഹം. അപ്പോൾ 10,000 രൂപ അവർ HMDP സഭയിൽ നല്ല കോളേജ്. അപ്പോൾ എന്നെ എടുക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ചില മാർച്ചുകളൊക്കെ നടത്തി. പക്ഷേ കാശില്ല. SNM കോളേജിൽ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് SNM കോളേജിൽ വരുമ്പോൾ ഒരു ദിവസം കേരള മറ്റേ ഞങ്ങളുടെ KKTM കോളേജിലും കയറി. അവിടെ നോക്കിയിട്ട് അവരുടെ വേക്കൻസി 6 മാസം 8 മാസമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. KKTM കോളേജ് അന്ന് പ്രൈവറ്റ് കോളേജായിരുന്നു. എന്നിട്ട് ഞങ്ങൾ അവിടെ കയറിയപ്പോൾ അവർ പറഞ്ഞു അവർക്ക് ആളെ കിട്ടാണ്ടിരിക്കുകയാണ്. ഈ അവിടെ ആരും അങ്ങനെ ശമ്പളം കിട്ടില്ലല്ലോ, 3 മാസം 4 മാസം കഴിഞ്ഞൊക്കെ ശമ്പളം. അത് ശരി. അപ്പോൾ അതിനെന്നിട്ട് ജോയിൻ ചെയ്തു. ഞാൻ ജോയിൻ ചെയ്തിട്ടിപ്പോൾ അത് പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ കുറച്ച് അവിടെ സമരം 2-3 കൊല്ലം 1 കൊല്ലം ഇത് കഴിഞ്ഞപ്പോൾ അത് ഗവൺമെൻറ് ടേക്ക് ഓവർ ചെയ്യാനുള്ള തീരുമാനമായി. എനിക്കൊക്കെ അന്ന് PhD ചെയ്യാനായിരുന്നു ആഗ്രഹം. ഞങ്ങളുടെ അടുത്തൊരു ഡോക്ടർ KI വാസു എന്ന് പറഞ്ഞിട്ടൊരാളുണ്ടായിരുന്നു, ഇലക്ട്രിക് ഇവിടുന്ന് IIC-യിലെ പ്രൊഫസർ. അങ്ങേരുടെ എന്നിട്ട് അവിടെ ഇൻ്റർവ്യൂവിനൊക്കെ പോയി ഞാൻ. IIC ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്. എന്നിട്ട് ഇലക്ട്രോ കെമിസ്ട്രി ആയിരുന്നു. ഇലക്ട്രോ കെമിസ്ട്രിയിൽ എന്നിട്ട് ടെമ്പററി ഇൻ്റർവ്യൂ ഒന്നും ശരിയായില്ല എന്നുകൊണ്ട് എങ്ങനെയായാലും ഞാൻ പോവാതിരുന്ന് നന്നായി എനിക്ക് തോന്നി. അന്ന് PhD കിട്ടിയാൽ ഞാൻ തൊഴിലരഹിതനായി തന്നെ. അല്ല, റിട്ടയർമെന്റ് വരെ അവിടെ തന്നെ ആയിരുന്നു അല്ലേ? അതെ, സ്ഥലം മാറ്റം ഉണ്ടായിരുന്നില്ല. ഗവൺമെന്റ് കോളേജ് അത് വേറെ കാര്യമായാലും ഞങ്ങൾ ഗവൺമെന്റ് കോളേജ് ആയില്ലെങ്കിലും അന്നുണ്ടായിരുന്ന പ്രൈവറ്റ് കോളേജിലെ ആൾക്കാരെയൊക്കെ എന്താ പറയുക സെപ്പറേറ്റ് യൂണിറ്റാക്കി ട്രീറ്റ് ചെയ്തു. എന്നിട്ട് യൂണിവേഴ്സിറ്റി പഴയ സ്റ്റാറ്റ്യൂട്ടാണ് അവിടെ നടപ്പാക്കിയത്. അത് ശരി. സ്റ്റാറ്റ്യൂട്ട് അനുസരിച്ച് എനിക്ക് രാഷ്ട്രീയ സ്വാതന്ത്ര്യം ഉണ്ടെന്ന വെപ്പ്. പക്ഷെ ഞാനത് എടുത്തില്ല. രാഷ്ട്രീയ സ്വാതന്ത്ര്യമൊക്കെ ഏത് നിമിഷത്തിലും മാറ്റാമല്ലോ അവർക്ക്. അതിപ്പോൾ എനിക്കാണെങ്കിൽ ധാരാളം അന്നൊക്കെ തുടങ്ങിയപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്കാണ് A ഗ്രൂപ്പ് ഒരു പ്രളയം തുടങ്ങിയത്. AK ആന്റണിയാണ് ഈ രാജ്യത്ത് മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ആള്. ലോകം മുഴുവൻ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ മാത്രമല്ല ലോകം പിടിക്കാൻ പറ്റുന്ന ആളാണ് AK ആന്റണി എന്നാണ് എൻ്റെ ധാരണ. അന്ന് KSUവിൻ്റെ ഇതായിരുന്നു, മറ്റേ പ്രതാപകാലത്തായിരുന്നു KSU. അപ്പോൾ സെൻറ് തോമസ് കോളേജ് അവരുടെ കേന്ദ്രമായിരുന്നു. പിന്നെ സുധീരനൊക്കെ എൻ്റെ ജൂനിയറായിരുന്ന ഒരാളാണ്. അപ്പോൾ അവരുടെ സ്വാധീനത്തിൽ ഞാൻ വല്ലാത്തൊരു KSU അനുഭവി. അവിടെ കോളേജിൽ സമരം ചെയ്യാനൊന്നും പോയില്ല. സമരം ചെയ്തൊക്കെ പോയി കഴിഞ്ഞാൽ വാർത്ത പ്രവർത്തനം നടത്തി കഴിഞ്ഞാൽ അന്ന് തന്നെ തോറ്റേനെ. അപ്പം BScക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടി, MScക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടിയില്ല, സെക്കൻഡ് ക്ലാസ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഒരു നിസ്സാരമായിട്ട് ഇതുകൊണ്ടാണ് ഫസ്റ്റ് ക്ലാസ് നഷ്ടപ്പെട്ടത്. ഫസ്റ്റ് ക്ലാസ് കിട്ടിയ എനിക്ക് കേരള കോളേജിൽ കിട്ടുമായിരുന്നു. കേരള കോളേജിലെ ഫസ്റ്റ് ക്ലാസ് ഇല്ലാത്തതുകൊണ്ടാണ് കിട്ടിയത്. ഞാൻ ഇൻ്റർവ്യൂവിന് പോയിരുന്നു. ഫസ്റ്റ് ക്ലാസ്സുള്ളവരെ വെക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഒക്കെ ഇല്ലക്കും അവിടെയുണ്ട്. അത്
അപ്പം എങ്ങനെയാണ് അപ്പം ഈ എ ഗ്രൂപ്പ് ഇങ്ങനെ വന്നിട്ട് ഞാൻ മാറ്റം വന്നത് അങ്ങനെ എ.കെ. അന്യായിട്ട് വളരെ പരിചയം. എ.കെ. എൻ്റെ അമ്മയൊക്കെ ഭരിച്ചപ്പോൾ ഞാൻ ചേർത്തലേക്ക് പോയി കണ്ടു. ബസ് സമരമുള്ള ദിവസമാണ് പോയി കണ്ടു. പിന്നെ ഈ കരുണാകരനായിട്ട് ഗുസ്തി ഉണ്ടല്ലോ, മറ്റേ കരുണാകരനും ആന്റണിയുള്ള ഗ്രൂപ്പിൽ. അപ്പോൾ ഈ സെൻട്രൽ നേതാക്കൾ വരും. അപ്പോൾ അവരോട് ഇംഗ്ലീഷിൽ ബ്രീഫ് ചെയ്യാനായിട്ട് തന്നെ ഞാനാ പോവാറ്. തൃശ്ശൂർ ജില്ലയുടെ ഒരു ഗാങ്ങായിട്ട് ഇംഗ്ലീഷ് പലർക്കും അറിയില്ല. അപ്പോൾ അതിലേക്ക് നമ്മൾ കുറേ ഇംഗ്ലീഷ് പത്രമൊക്കെ വായിക്കാറുണ്ട്. അത് വായിച്ചിട്ട് വേണമെങ്കിൽ കോൺവേഴ്സ് ചെയ്യാനായിട്ട് എനിക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇവരുടെയൊക്കെ കുറേ കോൺഗ്രസ്മാരൊക്കെ കൂടിയിട്ട് ഞങ്ങൾ പോയിട്ട് പ്രഭാറാവു എന്ന് പറഞ്ഞൊരാളുടെ മദ്രാസിൽ തമിഴ്നാട് മഹാരാഷ്ട്രയിൽ നിന്ന് വന്നൊരാൾ AICയുടെ റെപ്രസെൻറ്റേറ്റീവായിട്ട് അവരോട് സംസാരിച്ചു. അങ്ങനെ പലരോടും സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഗ്രൂപ്പിൻ്റെ ഒരു ഐഡിയലോഗെന്നും ഒരു ഫൈറ്റർ എന്നുള്ള നിലയ്ക്കും കരുണാകരൻ ഗ്രൂപ്പിൻ്റെ ഒന്നും വലിയ ശല്യം ഉണ്ടായിരുന്നില്ല. ഞാൻ ചിലപ്പോൾ ചിലപ്പോൾ ടെലഗ്രാമൊക്കെ അയക്കി കരുണാകരനെതിരായിട്ട്. എന്നിട്ട് അവിടെ ഇരിക്കണ അന്ന് ടെലഗ്രാം കൊടുക്കാമല്ലോ, അവ ഇരിക്കണത് കണ്ടിട്ട് എന്നെ ചീത്തറയൊക്കെ ചെയ്തിട്ടുണ്ട്, ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം പറഞ്ഞു അങ്ങനെ അപ്പം ഞാൻ അങ്ങനെയാണ് ഇതെങ്കിലും അയക്കണല്ലോ എന്ന് പറഞ്ഞിട്ട് വേറെ ടെലഗ്രാഫ് ഓഫീസിൽ പോയിട്ട് PNT ഓഫീസിൽ പോയിട്ട് ഇവിടെ പോയിട്ട് അയച്ചു. പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ല എന്ന് പറഞ്ഞു. സുധീരനായിട്ട് നല്ല പരിചയമായിരുന്നു. അങ്ങനെ വന്ന് 90-ൽ മണ്ഡൽ കമ്മീഷൻ വന്നപ്പോഴാണ് കോൺഗ്രസിൻ്റെ ഇത് മനസ്സിലായത്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഞങ്ങളുടെ കോളേജിൽ ഗവൺമെൻറ്റായിട്ട് ഈ പ്രൊഫസർ സലീം ബാലകൃഷ്ണൻ അവിടെ ജോയിൻ ചെയ്തു. കെ ബാലകൃഷ്ണൻ്റെ മകൻ. അങ്ങനെയാണ് എനിക്ക് അതുവരെ ഈ സെക്കുലർ മുസ്ലിം എന്ന് പറയുന്ന ആൾക്കാരോടുണ്ടല്ലോ, നാഷണൽ മുസ്ലിംസ് എന്ന് പറയുന്നത്, നാഷണലിസ്റ്റ് മുസ്ലിംസ് ലൈക്ക് പലരും ഉണ്ടല്ലോ, നമ്മുടെ പഴയ എറണാകുളത്ത് കോഴിക്കോടൊക്കെ ഉണ്ടായിരുന്ന ചില ആൾക്കാർ, അബ്ദുൽ കലാം ആസാദ്, അവരൊക്കെയാണ് നല്ല ആൾക്കാർ. മറ്റവരൊന്നും അത്ര നല്ല മുസ്ലിംസ് അല്ലാതെ. അപ്പോൾ അങ്ങനെയാണ് മുസ്ലിംസ്, ഐഡൻറ്റിറ്റിയുള്ള മുസ്ലിംസിനെയാണ് നല്ലതെന്നും ഇവർ സെക്കുലർ എന്ന് പറയുന്നവർ അത്ര വ്യക്തിത്വം ഇല്ലാത്തവരും മറ്റുള്ളവരെ അടിമകളാണെന്ന് മനസ്സിലാക്കി തന്നത് സലീം ബാലകൃഷ്ണൻ. അത് ശരി. മുസ്ലിം കമ്മ്യൂണിറ്റിയെ കുറിച്ചിട്ട് പഠിച്ചത്. അപ്പം അങ്ങനെ എന്നോട് പറഞ്ഞത് എന്താ വെച്ചാൽ മുസ്ലിം അല്ലാത്ത സലീം ബാലകൃഷ്ണൻ സാലികൃഷ്ണനാണ് ആ പേര് തന്നെ. സലീം എന്നുള്ള അത് ഇവർക്ക് സലീം, റോമിയോ പേരുകളൊക്കെ ഇട്ടിരിക്കണം അച്ഛൻ, മനസ്സിലായോ? അങ്ങനെ കെ ബാലകൃഷ്ണൻ വളരെ പ്രോഗ്രസീവാണ്, മദ്യപാനിയാണെന്ന് തകരാറുണ്ടായിരുന്നു. അതെല്ലാം മക്കൾക്കും ഉണ്ട്. ഒരാൾ ഇപ്പോഴും ഉണ്ടോ സംശയമുണ്ട്, റോമിയോ എന്ന് പറയുന്ന ഒരാൾ മറ്റാൾ മരിച്ചു, 2 പേരും മരിച്ചു. ആ മദ്യപാനം ധാരാളം കിട്ടി. ഈ സലീം ബാലകൃഷ്ണനാണെങ്കിൽ വോയിസ് ഓഫ് ഫെറോഷ്യസ് റീഡർ. അത് വീട്ടിൽ ഒരുപാട് പുസ്തകങ്ങളുണ്ട്. ഞാൻ കേരളപതിയുടെ അടുത്ത് പേട്ടയിൽ തൊട്ടടുത്താണ് വീട്, നിറയെ പുസ്തകങ്ങളാണ്. എന്നിട്ട് എന്നോട് തന്നെ പറയും, വിജയകുമാർ എൻ്റെ പുസ്തകം വയ്ക്കാൻ സ്ഥലമില്ല എന്നൊക്കെ പറയുന്നു. അദ്ദേഹം എഴുതണ്ടായിരുന്നു, ഒന്നും എഴുതിയിട്ടില്ല. എന്നിട്ട് അദ്ദേഹം കൂടിയിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു, അദ്ദേഹം ഇതിൻ്റെ ഇടയ്ക്ക് എന്നെ വേറൊരു കാര്യം പഠിപ്പിച്ചു. ഈ ഇതുണ്ടല്ലോ, സൊസൈറ്റിയിലെ ചേഞ്ചിനെ കുറിച്ച് പറയുന്നത് കൾച്ചറൽ ഡിറ്റർമിനിസം ഉണ്ടെന്ന് പറയും. അത് ഈ മാർക്സ് പറയുന്നത് എക്കണോമിക് ഡിറ്റർമിനിസം അല്ലേ. ലൂക്ലി മാർക്സിസ്റ്റുകളായ EMS നമ്പൂതിരിപ്പാട് വരെ എക്കണോമിക് ഡിറ്റർമിനിസത്തിനാണ്, സാമ്പത്തികമാണ് എല്ലാം തീരുമാനിക്കുന്നത്. അതിന് എതിരായിട്ടുള്ള മാക്സ് വെബർ, കോണ്ടംപററി ഓഫ് കാർൽ മാർക്സ്. അപ്പം അങ്ങനെ പറയുന്നത് കൾച്ചറൽ ഡിറ്റർമിനിസമാണ്. സാംസ്കാരിക രംഗത്ത് വരുന്ന ആശയങ്ങളാണ് ലോകത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് പറയുന്നത്. ഈ മാക്സ് വെബർ എന്ന് പറയുന്നത് കോണ്ടംപററി ഓഫ് കാർൽ മാർക്സ് ആണ്. അപ്പം അദ്ദേഹം അപ്പം അന്നൊക്കെ ഞാൻ വളരെയധികം കോൺഗ്രസ് കണക്ഷനും അതുകൂടെ പത്രങ്ങളിലൊക്കെ വലിയ സ്വാധീനമുള്ള ആളായിരുന്നു. അപ്പോൾ അദ്ദേഹം ഈ കൾച്ചറൽ ഡിറ്റർമിനിസത്തിന് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം ഉണ്ടായി, ഇപ്പം മാക്സ് വെബറിൻ്റെ പ്രൊട്ടസ്റ്റൻ്റ് എത്തിക്സ് എന്ന് പറഞ്ഞിട്ട്, അല്ലെ, പ്രൊട്ടസ്റ്റൻ്റ് എത്തിക്സ് ആൻഡ് മോഡേൺ ക്യാപിറ്റലിസം. മോഡേൺ ക്യാപിറ്റലിസത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് കാൽവിനിസം ആണെന്ന് പറയുന്ന ഒരു പുസ്തകമാണത്, മാക്സ് വെബർ. അപ്പം ഞങ്ങൾ എന്തുണ്ടാക്കി വെച്ചാൽ, അപ്പം എനിക്ക് എപ്പോഴും ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം എന്നുണ്ട്. അപ്പം ഞാൻ അവിടെ സലീം ബാലകൃഷ്ണൻ പറഞ്ഞ ഞാൻ ഒരു ഐഡിയ, ഒരു കോളേജിൽ ഒരു ഡിബേറ്റിംഗ് സൊസൈറ്റി ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഉണ്ടാക്കിയ സൊസൈറ്റിയുടെ പേരാണ് മാക്സ് വെബർ സൊസൈറ്റി ഫോർ ഇന്റർ ഡിസിപ്ലിനറി സ്റ്റഡീസ് എന്ന് പറഞ്ഞു. വലിയൊരു സാധനം ഉണ്ടാക്കി. എന്നിട്ട് അതിൻ്റെ പേരിൽ കോളേജിലെ മാഷന്മാരുടെ പേരുകളും കുറച്ച് പിള്ളേരുടെ പേരുകളൊക്കെ വെച്ചിട്ട് അതിൻ്റെ പേരിൽ സീരീസ് ഓഫ് സെമിനാറുകൾ അവിടെ നടത്തി. അത് സലീം ബാലകൃഷ്ണനെ ട്രിവാൻഡ്രത്ത് നിന്ന് CDS ആൾക്കാരെ കൊണ്ടുവരും. എന്നിട്ട് അത് നല്ല സമയം. പക്ഷെ അതിൻ്റെ പേരെങ്ങനെയാ വെച്ചാൽ എനിക്കന്ന് പത്രങ്ങളിൽ മാതൃഭൂമിയിലും മനോരമയിലൊക്കെ നല്ല പിടിയുണ്ടായിരുന്നു. ചില എഴുത്തച്ഛന്മാരുണ്ടായിരുന്നു, അവരെയൊക്കെ ഞാൻ പോയി പത്രങ്ങളെ സ്വാധീനിക്കലാണ് നമ്മുടെ അന്നത്തെ ഒരു പാസ്റ്റ് ടൈം. അപ്പം അവരൊക്കെയുള്ള ബന്ധം വെച്ചുകൊണ്ട് ഇതിന് വലിയ പ്രചാരം കിട്ടി. ലോകത്തിലെ ഏറ്റവും വലിയ സംഘടനയായി. അപ്പം പിന്നെ അത് അങ്ങേര് പോയിട്ട് കൂടിയിട്ട് അത് നിർത്തി. അതുകൂടിയിട്ട് കുറച്ച് എതിരാളികളും വന്നു, മനസ്സിലായ. മാക്സ് വെബർ സൊസൈറ്റിക്ക് ഒരുപാട് പക്ഷെ അന്നൊക്കെ ഞാൻ ആന്റി മാർക്സിസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പം അങ്ങേര് ഉടനെ ആൾക്കാരെയൊക്കെ ഞാൻ അങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യും. മാർക്സിസ്റ്റ് കബീർ എന്ന് പറഞ്ഞ ഒരാളെ വന്ന്, അങ്ങനെ TN കൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരാളെ. അപ്പം അങ്ങേർക്ക് അത് ഇഷ്ടമല്ല.
അങ്ങേരും ആൻറ്റി ഈ ഇതിന് ഇവരുടെയൊക്കെ ഇവിടുത്തെ ഈ സവർണ്ണ കമ്മ്യൂണിസ്റ്റുകളോടൊക്കെ വലിയ ഇഷ്ടമുള്ള ആളല്ലായിരുന്നില്ല. അങ്ങനെ ഒരു എപ്പിസോഡും ഉണ്ടെന്ന് പറയാം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഈ മാക്സ് വെബർ സൊസൈറ്റി ഇന്റർഡിസിപ്ലിനറി കേസ് ഞാൻ റിട്ടയർ ചെയ്ത ശേഷം സലീം പഠിക്കുന്ന കോളേജിൽ നിന്ന് പോയല്ലോ, 3 കൊല്ലം വർക്ക് ചെയ്തുള്ളൂ. അദ്ദേഹം സ്ഥിരമായിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിനെ കൊണ്ട് ഞാൻ പുസ്തകങ്ങളാണ് എഴുതിക്കുമായിരുന്നു. എന്നെ ഇഷ്ടമായിരുന്നു, എനിക്ക് അങ്ങേരെ ഇഷ്ടമായിരുന്നു. ഞാൻ ട്രിവാൻഡ്രത്തൊക്കെ പോയാൽ അങ്ങേരെ എപ്പോഴും കാണുകയും ചെയ്യുന്നു. അല്ല, വിവാഹത്തെ കുറിച്ച് പറഞ്ഞില്ല, വിവാഹം മക്കളുടെ കാര്യം കൊണ്ടൊന്നും പറഞ്ഞില്ല. വിവാഹം എന്ന് പറഞ്ഞത് എൻ്റെ അവിടെ സ്കൂളിൽ തന്നെ, ആ സ്കൂളിൽ ഇപ്പം നമ്മൾ കണ്ട സ്കൂളിൽ മാനേജറായിരുന്നു VK നാരായണൻ എഴുത്തച്ഛൻ എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് എൻ്റെ വൈഫിൻ്റെ അംബിക അമ്മയും ആ സ്കൂളിലത്തെ അധ്യാപികയായിരുന്നു. മറ്റേ പെരിഞ്ചേരി സ്കൂളിലത്തെ അധ്യാപികയായിരുന്നു. അവർ പിന്നെ അവരെ കല്യാണം കഴിച്ചിട്ടുള്ളത് ഇവിടെയാണ്, മറ്റേ ഔണൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ അവർ അന്ന് ഇവിടെ നിന്ന് പോയിട്ട് മുണ്ടത്തിക്കോട് സ്കൂളിൽ പോയി ജോയിൻ ചെയ്തു. അപ്പം ഞാൻ വരുന്നതിന് മുമ്പൊക്കെ അവർ ഇവിടുന്ന് സ്ഥലം വിട്ടിട്ടുണ്ട്. അവരുടെ ഒരു പാർവതി ടീച്ചറുടെ മകള് ആണ് ഈ സ്കൂളിൻ്റെ സ്ഥാപകനായ VK നാരായണൻ്റെ പേരമകളാണ് എൻ്റെ വൈഫ്. വടക്കൂട്ട് ഫാമിലി തന്നെ. അപ്പോൾ അല്ല, അവർ വടക്കൂട്ടല്ല, അവർ കുന്നത്താണ്. വെച്ചാൽ അമ്മ വീടല്ലോ, അച്ഛൻ്റെ വീടല്ലോ നമുക്ക്. അമ്മ വീടാണ് വടക്കൂട്ട്. അവരാണ് അവർ. എന്നിട്ട് ഒരു കല്യാണം കഴിച്ചത് ഞാൻ 1977-ലാണ്. പ്രായം അപ്പോൾ 47 ബോണാണ് ഞാൻ. 30 വയസ്സ്. അതിനു മുമ്പ് തന്നെ. സാറിന് എത്ര മക്കള്? 4 പേര്. ഞാൻ മൂത്ത ആള്. അല്ല, സാറിന് എത്ര മക്കളുണ്ട്? എനിക്ക് 2 പെൺമക്കള്. 2 പേരും ഒരു ബാംഗ്ലൂരാണ് ഇപ്പോൾ. ഒരാള് ഇവിടെ ബാംഗ്ലൂരുണ്ട്, മറ്റേ ആളും ബാംഗ്ലൂർ തന്നെ. അവള് BTech ആണ്, അടൂർ എഞ്ചിനീയറിംഗ് കോളേജിലാണ് പഠിച്ചത്. മറ്റവൾ ഇപ്പം പഠിച്ചിരിക്കുന്നത് ബയോടെക്നോളജിയാണ്. അത് ഇവിടെ നിന്ന് ഈ തൃശ്ശൂർ സ്വന്തം സെൻറ്റ് ജോസഫ് കോളേജ് ഇരിങ്ങാലക്കുട നിന്ന് പ്രീ-ഡിഗ്രി, അത് കഴിഞ്ഞിട്ട് PST കോളേജിൽ നിന്ന് BSc ഡിഗ്രി ബയോകെമിസ്ട്രിയാണ്. പിന്നെ MSc ബയോടെക്നോളജി ഫ്രം ഒരു വിവേകാനന്ദ കോളേജ് ഈറോഡ് നിന്ന് എടുത്തത്. അപ്പോൾ എനിക്കാണെങ്കിൽ ഒരു എഞ്ചിനീയർ ആവാത്ത വിഷമം മുഴുവൻ ഒരു മകളെ എഞ്ചിനീയർ ആക്കിയിട്ട് അതെടുത്ത് തീർത്തു. ആ വിഷമം മുഴുവൻ തീർത്തു. മറ്റുള്ള പിന്നെ അത്ര അങ്ങോട്ട് പോരാന്ന് തോന്നിയിട്ടുണ്ട്. അവള് ആർട്സാണ് ശരിക്കും അവളുടെ സ്റ്റൈല്. പിന്നെ അവളെയൊക്കെ അവർക്ക്, എനിക്ക് ആകെയുള്ള റിഗ്രറ്റ് എൻ്റെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്തിട്ടില്ല. അതാണ് പ്രൈമറി വിദ്യാഭ്യാസം. അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ ഈ 75 കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിൽ ചെന്ന് കയറി. ഇങ്ങനെ ഒരു ബ്രാഹ്മണിക്കൽ ഒരു ഔട്ട്ഫിറ്റിനെ ഞാൻ കണ്ടല്ലേ, നായർ നമ്പൂതിരി അമ്പലവാസി പരിഷത്താണ്. എനിക്കും പ്രവർത്തന പരിചയമുള്ള. എന്നിട്ട് അതിൽ കയറിയിട്ട് ഈ മലയാളത്തിൽ കൂടെ എല്ലാം വേണം എന്നുള്ളത് അഭിപ്രായം. ഭക്ഷണം കഴിക്കുന്നത് മലയാളത്തിൽ കൂടെ ആവണം, വിസർജിക്കുന്ന മലയാളത്തിലോ കൂടെ ആവണം എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനമുള്ളൂ അത്. അപ്പൊ അതില് ഞാൻ എൻ്റെ ജില്ലാ സംഘടനകളും അങ്ങനെ തന്നെയാണ്. അപ്പം അത് ഞാൻ അതിന്റെ ജില്ലാ പ്രസിഡന്റായി. എനിക്ക് അതിന്റെ വേറെ കാര്യം കമ്മ്യൂണിസ്റ്റുകാരൊന്നും അറിയുള്ളൂ, കൂടെ കിടന്നവർക്ക് അപ്പനെ അറിയുള്ളൂ എന്നറിയില്ലേ. അപ്പൊ അതെന്നറിയാൻ വേണ്ടി അതിന്റെ ജില്ലാ പ്രസിഡന്റ്. അപ്പൊ എനിക്കുള്ള ഈ പ്രസ് ഉണ്ടല്ലോ, പ്രസ് ബന്ധം, അതും കൂടെ ഉപയോഗിച്ചിട്ട് ഇതിനെ ഒരു അത്ഭുത സംഘടനയാക്കിയാണ്. വെറുതെ വാർത്ത വരുത്തുക. ഞാൻ പ്രസിഡന്റ് ആകുമ്പോൾ അത് സ്ഥാനാഹരണ ചടങ്ങില്ലേ ലയൺസ് ക്ലബിലൊക്കെ വരെ, അതുപോലെ ഒരു സ്ഥാനാഹരണ ചടങ്ങ് നടത്തി ഞാൻ പ്രസംഗിച്ചു എന്നാണ് പത്രത്തിൽ വരുന്നത്. അപ്പൊ ഞാൻ പിന്നെ മനസ്സിലായി ഇതിൽ, അന്ന് ഞാൻ മനസ്സിലാണ് MP പരമേശ്വരനും CP നാരായണനാണ് കാര്യങ്ങളൊക്കെ നിർണ്ണയിക്കുന്നതെന്നായിരുന്നു മനസ്സിലായി. ഞാൻ പ്രവർത്തിക്കുമ്പോൾ എറണാകുളത്ത് CP നാരായണൻ വളരെ പ്രധാനപ്പെട്ട നമ്പീശൻ. CP നാരായണൻ എപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ MP പരമേശ്വരൻ മടങ്ങളിൽ വരുന്നത്. MP പരമേശ്വരൻ പിന്നെ വിട്ടു. അവരൊക്കെയാണ് അതിന്റെ പ്രധാനം. പിന്നെ PR മാധവ പണിക്കരോ അങ്ങനെ ഒരാളുണ്ടായിരുന്നു, മറ്റേ ISROലോ മറ്റെന്ന് പറഞ്ഞിട്ട്. അത് ഒരു ഭയങ്കര വെരി ഡേഞ്ചറസ് ഓർഗനൈസേഷൻ. ഇൻ ദ നെയിം ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ദേ ആർ റീറ്റെയിലിംഗ് ബ്രാഹ്മണിസം ടു ദി മാസസ്. മനസ്സിലായോ? അതിൽ വഴി തെറ്റുന്നതാണെങ്കിൽ ദളിത് OBC, മുസ്ലിംസും ഉണ്ട് കുറച്ച്, വെരി ഫ്യൂ എക്സെപ്ഷനാണ്. ദളിത് OBCകളാണ് ഈ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എന്ന് പറയുന്ന ഒരു തരം കെണിയാണത്. എലിയെ പിടിക്കുന്ന ഒരു കെണി കണ്ടിട്ടില്ലേ, അതൊരു കെണിയാണ്. അങ്ങനെ മക്കളെ മലയാളം മീഡിയത്തിൽ പഠിപ്പിച്ചു അല്ലേ? മലയാള മീഡിയത്തിൽ പഠിപ്പിച്ചു. പിന്നെ അച്ഛന് നിർബന്ധം ഇവിടെ സ്കൂളിൽ പഠിപ്പിക്കണം. അതുകൊണ്ട് അപ്പൊ ഞാൻ അച്ഛന് വാനിച്ച സ്കൂള് അങ്ങനെയുടെ പഠിപ്പിച്ച സ്കൂളല്ലേ. അപ്പൊ എനിക്കും ഉണ്ടായിരുന്നു ഇംഗ്ലീഷ് മീഡിയമാണ് നല്ലതെന്നൊക്കെ. അവര് നല്ല നിലയിലെത്തിയല്ലോ, നല്ല രീതിയിൽ. പിന്നെ അവർക്ക് പിന്നെ എക്സ്പോഷർ ഇല്ലാത്ത ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് പിന്നെ അവര് എൻ്റെ ഇളയ മോളുള്ള കൂടുതൽ വിദേശത്തായിരുന്നു, 12 കൊല്ലത്തോളം വിദേശമായിരുന്നു. അവള് എന്നിട്ട് കല്യാണം കഴിഞ്ഞതിന് ശേഷം 6 കൊല്ലം ടോക്കിയോയിലാണ് മറ്റേ ഭർത്താവിൻ്റെ കൂടെ ജോലി.
പിന്നെ 6 കൊല്ലം US വർക്ക് ചെയ്തു. US എല്ലാ സിറ്റീസിലും അവളുണ്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ മറ്റവളാണെങ്കിൽ 2 കൊല്ലം US പോയിട്ടുള്ളൂ. പക്ഷെ അതിന്റെ പോവാതിരിക്കാൻ കാരണം വെച്ചാൽ ഇവർക്ക് 2 പേർക്ക് അവിടെ കണ്ടിന്യൂ ചെയ്യാൻ. മക്കളുടെ കൂടെ വിദേശത്ത് പോയിട്ടുണ്ടോ? ഞാൻ പോയിട്ടുണ്ട്. ഞാൻ അമേരിക്കയിൽ നിന്ന് 5.5 മാസം ജീവിച്ചിട്ടുണ്ട്. ഫ്രീമോണ്ട്, അതായത് സനോസയില്ലേ ഈ പറയുന്ന സിലിക്കോണിന്റെ ക്യാപിറ്റൽ, സിലിക്കോൺ ഇത് പറയുന്ന സനോസയിലായിരുന്നു ഗൂഗിള്. അവിടെ അടുത്തുള്ള ഫ്രീമോണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ അവര് ഫ്ലാറ്റ് അവിടെയായിരുന്നു. ഈ മക്കളുടെ മറ്റേ എന്റെ മോളുടെ ഒരു പ്രസവത്തിന് വേണ്ടിയിട്ട് അമേരിക്കൻ ബോളാണ്. അപ്പൊ എന്റെ ഒരു പേരക്കിടാവ് അമേരിക്കൻ സിറ്റിസനാണ്. ഒരു മോള്, രണ്ടാമത്തെ മോള് അമേരിക്കൻ സിറ്റിസനാണ്. അല്ല, ഒരു പേരക്കിടാവ്. അത് കാര്യമില്ല, അത് അവളിപ്പോഴും അമേരിക്കൻ സിറ്റിസൺഷിപ്പ് തന്നെയാണ് കീപ്പ് ചെയ്യുന്നത്. അവളുടെ പേര് ആമി. പിന്നെ എൻ്റെ ഒരു പേരമകൻ US പഠിക്കുന്നുണ്ടായിരുന്നു, ബോസ്റ്റൺ. ഇപ്പൊ ദീപ് പഠിക്കുന്നില്ലേ മറ്റേ 2 കൊല്ലം. PSC കഴിഞ്ഞിട്ടുണ്ട്. അല്ല, BA ആണെന്ന് തോന്നുന്നത്. കോമേഴ്സോ മറ്റേ കോമേഴ്സ് ഉണ്ട്, ഫിനാൻസ് ഉണ്ട്, കമ്പ്യൂട്ടർ ഉണ്ട്. അത് പിനാക്ക് യൂണിവേഴ്സിറ്റി എന്നാണ് അവൻ ഡിഗ്രി എടുത്തേക്കുന്നത്. അങ്ങോട്ട് വരും, ചിലപ്പോൾ അവിടെ ജോലിക്ക് നോക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് അപ്പായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് മാർക്കറ്റ്. അവിടെയും പോയിണ്ടാവും. ഈ മറ്റേ ജപ്പാനിൽ ഞാൻ പോയ രാജ്യങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും മനോഹരമായ രാജ്യം ജപ്പാനാണ്. ടോക്കിയോ ആണ്. ടോക്കിയോ മെട്രോയിൽ എൻ്റെ മോളെ ഞങ്ങളെ പോവാവുന്ന സ്ഥലത്ത് ഇവിടെ പോയി. സ്പീഡ് ട്രെയിനും കയറിയിട്ടുണ്ട്. ശരി. ഇതുണ്ടല്ലോ. അപ്പൊ ജപ്പാൻ എന്ന് പറഞ്ഞാൽ അതൊരു എനിക്ക് അപ്പോഴാണ് ഈ കൺഫ്യൂഷ്യസിന് സൊസൈറ്റിയെ പറ്റി ഒരു ധാരണ ഉണ്ടായത്. ജപ്പാനും കൺഫ്യൂഷ്യസിന്റെ സ്വാധീനമുള്ളതാണ്. കൺഫ്യൂഷ്യസിന്റെ സ്വാധീനം അവിടെ വലുതായിട്ടുണ്ട്. അതായത് നമ്മൾ പറയുന്ന ഈ സൗത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് ഉള്ളല്ലോ, ജപ്പാൻ, കൊറിയ, ചൈന, ഇതൊക്കെ ബുദ്ധിസ്റ്റ് സൊസൈറ്റിയാണ്, കൺഫ്യൂഷ്യൻ സൊസൈറ്റിയാണ്. ബുദ്ധിസ്റ്റ് കൺഫ്യൂഷൻ സൊസൈറ്റി. അവിടെ ഈ രാജ്യത്ത് ഡ്യൂട്ടി ആൻഡ് ഡിസിപ്ലിൻ ഉണ്ടാകുന്നതിന് ഏറ്റവും അടിസ്ഥാനപരമായ കാരണം കൺഫ്യൂഷൻ വാല്യൂസ് ആണ്. അതിങ്ങനെ അതോറിറ്റീസിന് ഒബേ ചെയ്യാനും ഡ്യൂട്ടി ചെയ്യാനും ഒക്കെ ആയിട്ടൊരു മെസ്സേജ് ഉണ്ട് അതിൽ. ശരി. പിന്നെ അവർക്ക് ബുദ്ധിസത്തും ബ്രദർഹുഡ് കിട്ടുന്നുണ്ട്. ഭയങ്കര ബ്രദർഹുഡാണ്. ഇപ്പം നമ്മൾ ജപ്പാനിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ എന്തെങ്കിലും ഫോട്ടോ ഒക്കെ എടുക്കുകയാണെങ്കിൽ ഒരു സ്ഥലത്ത് 2 പേരും അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ 2 സ്ഥലത്ത് വേണമെങ്കിൽ 5 മിനിറ്റ് ഒക്കെ അവിടെ നിൽക്കാൻ തയ്യാറാണെന്ന് അർത്ഥം. മനസ്സിലായോ? അത് ഡിസ്റ്റർബ് ചെയ്യില്ല നമ്മളെ. ഇപ്പം നമ്മളൊക്കെ ജപ്പാനിൽ പോയിട്ട് ഇപ്പോൾ ഏതെങ്കിലും ഇങ്ങനെ സ്ഥലത്ത് ഇങ്ങനെ നമ്മളിങ്ങനെ പെട്ടുപോയിരിക്കാം, വീട്ടുകാരൊക്കെ ആയിട്ട് വിട്ടു കഴിഞ്ഞാൽ നമുക്കൊരു ഫോറിൻ കാർഡ്, ഏലിയൻ കാർഡ് ഉണ്ട്. ഏലിയൻ കാർഡ് പോകലുണ്ടെങ്കിൽ ആ അത് നോക്കിയിട്ട് ആൾക്കാർ വീട്ടിൽ തന്നെ കൊടുത്താക്കും. പോലീസൊന്നും വേണ്ട അവിടെ. അവിടെ കളവൊന്നുമില്ല. കളവ് ഇങ്ങനെ നടത്തിയാൽ തന്നെ അവർ തന്നെ കട്ടുകാർ തന്നെ അത് കൊണ്ടുകൊടുക്കും ആൾക്കാർക്ക്. അവിടെ പോലീസിന്റെ പണിയൊക്കെ വളരെ ചുരുക്കമാണ്. പിന്നെ അവർ മുഴുവൻ സൈക്കിളാണ് ജപ്പാൻ. ജപ്പാനാണ് പക്ഷേ ഐഡിയൽ സൊസൈറ്റി. അതേമാതിരി തന്നെയുള്ള നല്ല സൊസൈറ്റിയാണ് കൊറിയയും സിംഗപ്പൂരും ഉണ്ട്. ഈ കൺഫ്യൂഷൻ സൊസൈറ്റിയാണ് ലോകത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കണേ എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ അത് സമയത്ത് അപ്പൊ ഞാനിതിനെ പറ്റി കൺഫ്യൂഷൻസിനെ കുറിച്ച് പറയും, എല്ലാവരോടും പറയും. മോഹൻ ഗോപാലിനോട് പറയും, നമ്മുടെ OBC നമുക്ക് വേണ്ടത് ബുദ്ധിസം കൊണ്ട് കാര്യമില്ല. ഇപ്പൊ ബുദ്ധിസം എന്ന് പറഞ്ഞിട്ട് നടക്കുന്ന കുറെ ആൾക്കാരുണ്ട്, അജയ് ശേഖർ. പക്ഷെ കൺഫ്യൂഷൻസാണ് വേണ്ടത്. അതും കൂടി മിക്സ് ചെയ്യുമ്പോൾ ഞാൻ പറയാം, ബർമ ബുദ്ധിസ്റ്റ് സ്റ്റേറ്റ് അല്ലേ, സിലോൺ ബുദ്ധിസ്റ്റ് സ്റ്റേറ്റ് അല്ലേ, ഇവരായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും കഴിയില്ല. ഹോങ്കോങ്, സിംഗപ്പൂര്, ഇതൊക്കെ തന്നെ കൺഫ്യൂഷൻ സ്റ്റേറ്റുകളാണ്. അപ്പൊ കൺഫ്യൂഷ്യസ് ആണ്. ഞാൻ കൺഫ്യൂഷനെ കുറിച്ച് പടക്കം ഒരു 5-6 തവണ കണ്ടിട്ടുണ്ട്. പിന്നെ അനലക്സ് എന്ന് പറയാനുള്ള ടീച്ചിങ്സിന്. കൺഫ്യൂഷനെ കുറിച്ച് നമ്മൾ നന്നായി പഠിക്കണം. നമ്മുടെ കൺഫ്യൂഷ്യസ് വാല്യൂസ് നമ്മുടെ സൊസൈറ്റിയിലും കൊണ്ടുവരണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.